ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലെ വാതിലുകളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിന് 8 വാതിലുകളും നരകത്തിന് 7 വാതിലുകളുമാണുള്ളത്. ഓരോ വാതിലുകളും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു വാതിലിന്റെ പേര് ബാബു സ്വലാത്തി എന്നാണ്, എന്നാൽ മറ്റൊരു വാബിന്റെ പേര് ബാബു സക്കാത്ത് എന്നാണ്. മറ്റൊരു വാതിലിന്റെ പേര് ബാബു സ്വദഖ എന്നാണ്. മറ്റൊരു വാതിലിന്റെ പേര് ബാബു സൗം എന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വാതിലിന്റെയും പേരുകൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരാൾ നിസ്കാരം നിലനിർത്തുകയും തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നായി നമസ്കാരത്തെ അവൻ ശ്രദ്ധയോടുകൂടി കൊണ്ടു നടക്കുകയും ചെയ്താൽ നിസ്കാരത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് മലക്കുകൾ അവനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ കാന മിൻ അഹ്ലി സകാത്തി, ആരെങ്കിലും കൃത്യമായി സകാത്ത് കൊടുക്കുന്ന മനുഷ്യനാണെങ്കിൽ അവനെ സകാത്തിന്റെ വാതിലിലൂടെ മലക്കുകൾ സ്വാഗതം ചെയ്യുന്നതാണ്. ആരെങ്കിലും നോമ്പുകൾ നോൽക്കുകയാണെങ്കിൽ ബാബു സൗം, നോമ്പിന്റെ വാതിൽ അഥവാ റയ്യാൻ എന്ന പ്രത്യേകമായി പേരുള്ള വാതിലിലൂടെ മലക്കുകൾ അവനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം ഇങ്ങനെ സ്വഹാബിമാരുടെ സദസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ 8 വാതിലിലൂടെയും വിളിക്കപ്പെട്ടാൽ അവൻ എന്തൊരു വലിയ ഭാഗ്യവാനാണ്. ഈ 8 വാതിലിലൂടെയും അള്ളാഹു ഒരു മനുഷ്യനെ വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലക്കുകൾ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനാണ് നബിയെ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ അത്ഭുതവും കൗതുകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നഅം, അതെ സിദ്ദീഖ് എന്നവരെ, അത്ഭുതമാണത്. സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും ഒരു മനുഷ്യന് മലക്കുകൾ വിളിക്കുകയാണ്, മനുഷ്യ, നീ ഈ വാതിലിലൂടെ വാ, ഇതാണ് നിനക്ക് ഖൈറ്, ഈ വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കലാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് 8 വാതിലുകളും തുറന്നു വെച്ചുകൊണ്ട് സ്വർഗം കാക്കുന്ന മലക്കുകൾ ആ മനുഷ്യനെ വിളിക്കുന്നത് വലിയ ഭാഗ്യമാണ് സിദ്ദീഖ് എന്നവരെ. വഅർജൂ അൻ തകൂന മഅഹും, അങ്ങനെ നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെട്ട് ആ 8 വാതിലുകളിലും ഏൽപ്പിക്കപ്പെട്ട സ്വർഗം കാക്കുന്ന മലക്കുകൾ നിങ്ങളെ മാടി വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. സ്വർഗത്തിലെ 8 വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന മഹാഭാഗ്യവാനാണ് നിങ്ങളെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ. മോണിറ്ററിന്റെ വോളിയം കൂട്ടിക്കോളൂ. നിങ്ങളിൽ ആരാണ് ഇന്ന് രാവിലെ നേരം പുലരുമ്പോൾ നോമ്പുകാരനായി കടന്നു വന്നിട്ടുള്ളത്? ആ സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, അനയാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന് നോമ്പുകാരനായി നേരം പുലർന്നവനാണ് ഞാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഇന്ന് നേരം പുലർന്നപ്പോൾ ഒരു ജനാസയുടെ പിന്നാലെ ചെന്നുകൊണ്ട് ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുകയും മരണാനന്തര കർമ്മങ്ങളിൽ കൂടിക്കൊടുക്കുകയും ചെയ്തവൻ ആരുണ്ട്? ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജനാസക്കും ആ മനുഷ്യന്റെ നമസ്കാരത്തിനും ഖബറടക്കത്തിനും വേണ്ടി ഒരാൾ ജനാസയുടെ പിന്നാലെ കടന്നു ചെന്നാൽ ഫലഹു ഖീറാത്താൻ, അവന് 2 ഖീറാത്ത് പ്രതിഫലമാണുള്ളത്. 2 ഖീറാത്ത് പ്രതിഫലമാണ്. സ്വഹാബിമാര് ചോദിച്ചു, നബിയേ, വമൽ ഖീറാത്താനി യാ റസൂലല്ലാഹ്, എന്താണ് ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് അതിന്റെ അളവ്? എത്രയാണ് അതിന്റെ അളവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിസ്ല ജബലി ഉഹദിൻ, ഉഹദ് മലയോളം വലുപ്പമുണ്ട് ഖീറാത്ത് എന്ന് പറയുന്ന അളവിന്.
ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ മയ്യത്ത് നമസ്കരിക്കാനും അയാളുടെ മരണാനന്തര കർമ്മങ്ങൾക്കും വേണ്ടി ഒരാൾ ആ മയ്യത്തിന്റെ പിന്നാലെ പോയാൽ 2 ഉഹുദ് മലയോളം വലിയ പ്രതിഫലമാണ് അല്ലാഹു ആ മനുഷ്യന് നൽകുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ സ്വഹാബിമാരുടെ സദസ്സിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇന്ന് നേരം പുലർന്നതിനു ശേഷം ഒരു ജനാസയുടെ പിന്നാലെ ചെന്ന് മയ്യത്ത് നമസ്കരിക്കാനും ഖബറടക്കത്തിൽ സാക്ഷിയാവാനും മരണാനന്തര കർമ്മങ്ങളിൽ ഒപ്പം കൂടുവാനും ആർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? ആ സമയത്തും ഒരാളും എഴുന്നേറ്റ് നിന്നില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ, എനിക്ക് ആ ഭാഗ്യമൊന്ന് ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതും ചോദിക്കുകയാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീളാ, ഇന്ന് ആരൊക്കെ രോഗിയെ സന്ദർശിച്ചവരുണ്ട്? ഒരു മനുഷ്യൻ രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ കടന്നു ചെല്ലുന്ന ഓരോ കാൽപ്പാടുകൾക്കും പകരമായി അയാൾക്ക് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു രോഗിയായ മനുഷ്യന്റെ സന്നിധിയിലേക്ക് ഒരാൾ കടന്നു ചെന്നിട്ട് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനക്ക് ആമീൻ പറയുവാൻ അല്ലാഹു മലക്കുകളെ പറഞ്ഞയക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ദ്വാരന്നാൽ ആ ദ്വാക്ക് ആമീൻ പറയുന്നത് ആരാണ്? അള്ളാന്റെ മലക്കുകളാണ്. ആ മലക്കുകൾ ആമീൻ പറയുന്ന രൂപം എങ്ങനെയാണ്? ആമീൻ വലക മിസ്ലഹു. നമ്മളൊരു രോഗിയുടെ അടുത്ത് പോയിട്ട് പടച്ചോനെ ഈ രോഗിക്ക് നീ ആരോഗ്യം കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ നമ്മുടെ കാണാമറയത്തുള്ള മലക്ക് ഇങ്ങനെയാണ് അതിനാമീൻ പറയുന്നത്. ആമീൻ, അല്ലാഹുവേ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് പറയുന്നു, വലക മിസ്ലഹു, നീ എന്താണോ ദുആ ചെയ്തത് അതുപോലെയുള്ള ഒന്ന് നിനക്കുമുണ്ട് മനുഷ്യ. ആരോഗ്യത്തിന് വേണ്ടിയല്ലേ ദുആ ചെയ്തു കൊടുത്തത്, ആ ആരോഗ്യം അല്ലാഹു നിനക്കും തരട്ടെ എന്ന് മലക്ക് അവിടെ ദുആ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, ഇന്ന് നേരം പുലർന്ന ശേഷം ആരാണ് രോഗിയെ സന്ദർശിച്ചവൻ? ആ സമയത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അവിടെ കൈ ഉയർത്തിയത്. അവിടെ നിന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, നബിയെ ഞാനുണ്ട് നബിയെ, ഇന്ന് നേരം പുലർന്ന ശേഷം രോഗിയെ സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ ഞാനുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മജ്തമഅന ഫിംരിഇൻ, ഒരു മനുഷ്യനിലും ഈ 3 കാര്യങ്ങളും ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല. ഇല്ലാ ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ കടക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്, സംശയമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാ കാര്യങ്ങള്? ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? നോമ്പ് നോറ്റവനായിരിക്കുക, ഒരു ജനാസയെ പിന്തുടരുക, ഒരു രോഗിയെ സന്ദർശിക്കുക. ഈ 3 നന്മകൾ ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്താൽ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരേ ദിവസം ഈ 3 നന്മയുടെയും പ്രതിഫലം കൊണ്ടുപോവാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തത് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മഹാനുഭാവന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് അടുത്ത വിഷയത്തേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. അല്ലാഹുവേ ഞങ്ങളുടെ ഫാത്തിഹ നീ സ്വീകരിക്കണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. അവിടത്തെ കാലിനടിയിൽ, അവിടത്തെ കാൽ ചുവട്ടിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഫാത്തിഹ നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ ആ മഹാനുഭാവനെ സ്നേഹിച്ചവരിൽ ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ തമ്പുരാനെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പേര് കേട്ട സ്വഹാബിയ, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബിയാണ്. പക്ഷേ ആ മഹാനുഭാവൻ 30 കൊല്ലം രോഗിയായി കിടക്കുകയായിരുന്നു. 30 കൊല്ലം.
വളരെ മാരകമായ അസുഖമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വയറ്റിനുള്ളിൽ നിന്ന് രക്തം ഇങ്ങനെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ രോഗം ബാധിച്ചുകൊണ്ട് മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ കിടക്കുകയാണ്, വിശ്രമിക്കുകയാണ്. 30 കൊല്ലം രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വാക്ക് പോലും പരാതിയായി പറഞ്ഞില്ല. അല്ലാഹുവേ, എനിക്കെന്തിനാണ് ഈ രോഗം തന്നത്? പടച്ചവനെ, എന്നെ മാത്രം എന്തിനാണ് ഈ പരീക്ഷിക്കുന്നത്? എത്രയോ ആളുകൾ ഇവിടെ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നില്ലേ, അവർക്കൊരു രോഗവും വരുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കും ഈ രോഗം വന്നു? ഒരിക്കൽ പോലും മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്തിനേറെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, പടച്ചവനെ, എന്റെ രോഗം നീ മാറ്റിത്തരണേ അല്ലാ എന്ന ഒരു വാക്ക് പോലും മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ മാതൃക മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. ഒരിക്കൽ പോലും അല്ലാഹുവേ, എന്റെ രോഗം നീ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞില്ല. ഇത് അല്ലാഹു തന്ന രോഗമല്ലേ, ഞാൻ സഹിക്കാൻ തയ്യാറാണ്, ഞാൻ 2 കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാഹു തീരുമാനിക്കുമ്പോ ഈ രോഗം മാറ്റി തരട്ടെ. ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നില്ല. പടച്ചവനോട് ഒരുപക്ഷെ ഈ രോഗത്തെ ശമിപ്പിച്ചു തരാൻ പറഞ്ഞാൽ, ഈ രോഗം തട്ടിമാറ്റി ദൂരത്താക്കി തരാൻ പറഞ്ഞാൽ, അതൊരു പക്ഷേ അല്ലാഹുവിനോടുള്ള അദബുകേടായി പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവസാനം 30 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രോഗം ഇങ്ങനെ വല്ലാതെ മൂർച്ഛിക്കുകയാണ്. നമസ്കരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനും സാധിക്കാത്ത ഒരവസ്ഥ വന്നപ്പോ മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയുകയാണ്, രാജാതിരാജനായ റബ്ബേ, എന്റെ രോഗം അധികരിച്ചിരിക്കുകയാണ്. ഇത്ര കാലം ഞാൻ നിന്നോട് രോഗം മാറ്റിത്തരാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോഴേക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല റബ്ബേ. അതുകൊണ്ട് എന്റെ രോഗം നീ മാറ്റിത്തരണേ അല്ലാ. എനിക്ക് നിസ്കരിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് എന്റെ രോഗം നീ ശമിപ്പിച്ചു തരണേ അല്ലാ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. രോഗം പൂർണ്ണമായി മാറ്റിത്തരണമെന്നും പറഞ്ഞില്ല. എനിക്ക് നിസ്കരിക്കാൻ കഴിയും വിധം ഈ രോഗത്തിനൊരു ശമനം തരണം. 30 കൊല്ലമായി അല്ലാഹുവിനോട് ചോദിക്കാത്ത ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ ഒരൊറ്റ വട്ടം ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കുകയാണ്, ദുആ സ്വീകരിക്കുകയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രോഗം പരിപൂർണമായി മാറ്റിക്കൊടുക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടു, പൂർണ്ണമായ ആരോഗ്യം തിരിച്ചു കിട്ടി. പക്ഷേ ഒരല്പകാലം കഴിഞ്ഞപ്പോൾ മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് വീണ്ടും ദുആ ചെയ്യുകയാണ്, റബ്ബേ, നീ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയ ആ രോഗമില്ലേ, അത് നീ എനിക്ക് തിരിച്ചു തരണേ അല്ലാ. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ഇമ്രാൻ തങ്ങളെ, എന്ത് ദുആയാണ് നിങ്ങൾ ഈ നടത്തിയത്? നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, നിങ്ങളിൽ നിന്ന് അല്ലാഹു ദൂരീകരിച്ചു കളഞ്ഞ 30 കൊല്ലമായി നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ രോഗം വീണ്ടും തിരിച്ചു തരാൻ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയോ? എന്ത് പ്രാർത്ഥനയാണിത്? ആ സമയത്താണ് മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹു അവിടെ മറുപടി പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 30 കൊല്ലമായി ഞാൻ രോഗിയായി കിടന്നപ്പോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ, മുഖത്ത് നല്ല ഈമാനികമായ പ്രകാശമുള്ള, നല്ല വെള്ള വസ്ത്രം ധരിച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി വരുന്ന ഒരുപാട് മനുഷ്യന്മാർ എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു, എന്റെ കൈപിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അവർ അല്ലാഹുവിന്റെ മലക്കുകളാണ്. ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെ എനിക്ക് പരിചയമില്ല. അത്രയും തേജസ്സും ഓജസ്സും പ്രകാശവും ഈമാനികമായ വെളിച്ചവുമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ എന്റെ രോഗം അല്ലാഹു മാറ്റിത്തന്നതിന് ശേഷം ഇതുവരെ ആ മലക്കുകൾ എന്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ടില്ല. അവരുടെ സലാം എനിക്ക് കിട്ടിയിട്ടില്ല, അവരുടെ കൈപിടിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എന്റെ രോഗത്തിന്റെ വേദന ഞാൻ സഹിച്ചു
സഹിച്ചുകൊള്ളാം, എനിക്കതിന് പ്രശ്നമില്ല. അള്ളാഹു നൽകിയ ഏത് രോഗവും ഞാൻ സഹിച്ചുകൊള്ളാം. പക്ഷേ രാജാതിരാജന്റെ ആജ്ഞപ്രകാരം, അവന്റെ കൽപ്പന പ്രകാരം മലകൂതിയായ ലോകത്ത് നിന്ന് എന്നോട് സലാം പറയാനും എന്റെ കൈ പിടിക്കാനും എന്നെ അനുഗ്രഹിക്കാനും കടന്നു വരുന്ന മലക്കുകളെ കാണാതിരുന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല സഹോദരന്മാരെ. അതുകൊണ്ട് രോഗം വന്നാലും എനിക്ക് പ്രശ്നമല്ല. ആ മലക്കുകളുടെ സലാം കിട്ടാൻ വേണ്ടി എന്റെ ആത്മാവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, ചെറിയ രോഗങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ ഈമാൻ അവിടെ തകർന്നു പോവുകയാണ്. അള്ളാഹുവിനുള്ള വിശ്വാസവും അവനുള്ള യഖീനും തവക്കുലും നഷ്ടപ്പെടുകയാണ്. പിന്നെ എന്നും പ്രയാസം, എന്നും ബുദ്ധിമുട്ടുകൾ, കരഞ്ഞിട്ട് കണ്ണും കയ്യുമായി നമ്മൾ ജീവിക്കുകയാണ്. പക്ഷേ താൻ അനുഭവിക്കുന്ന ഈ പ്രയാസം എന്നിൽ നിന്ന് നീക്കിത്തരാൻ കഴിവുള്ളവനാണ് രാജാതിരാജനായ റബ്ബ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലില്ലാതെ പോവുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി അവൻ നമുക്ക് നൽകിയ പരീക്ഷണങ്ങളെ ക്ഷമയോടുകൂടി തരണം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് പല സമയങ്ങളിലും. ഇതിന് സമാനമായ മറ്റൊരു സംഭവം കാണാം. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്. മഹദിയായ അസ്മാ ബീവിയുടെ പ്രിയപ്പെട്ട മകനാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവനെ കുറിച്ച് ചരിത്രം പഠിപ്പിച്ചത് അഅലം അഹ്ലിൽ മദീന എന്നാണ്. മദീനത്തെ ഏറ്റവും അറിവുള്ള, മദീനയിൽ നിന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരിലെ ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ള മഹാരഥൻ എന്നാണ് ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. മഹാനവറുകൾ മദീനയിൽ നിന്നൊരിക്കൽ ഷാമിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ഒരു യാത്രയാണത്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സ്, അവന്റെ ഈമാൻ, അവന്റെ തവക്കുല്, അവന്റെ ക്ഷമ, അവന്റെ സഹനം എത്രമാത്രം ഉറച്ചതായിരിക്കണമെന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. ആ മഹാനുഭാവൻ മദീനത്ത് നിന്ന് ഷാമിലേക്ക് യാത്ര പോവുകയാണ്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയല്ലേ. ആ യാത്രക്കിടയിൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കാലിന് വളരെ ശക്തമായ വേദന അനുഭവപ്പെടുകയാണ്. അദ്ദേഹം തൊട്ടടുത്തുള്ള ഡോക്ടർമാരെ കാണിച്ചു, വൈദ്യന്മാരെ കാണിച്ചു. അവര് പറഞ്ഞു നിങ്ങളുടെ കാലിന് ഗുരുതരമായ എന്തോ രോഗം ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രോഗത്തിന്റെ ലക്ഷണം കണ്ടിട്ട് അപകടം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് ചികിത്സിക്കണം. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തന്ന രോഗം, അല്ലാഹു എനിക്കൊരു പരീക്ഷണം എന്ന രീതിയിൽ എന്റെ തെറ്റുകൾ പൊറുക്കാൻ, അല്ലാഹുവിന്റെ അടുക്കൽ എന്റെ സ്ഥാനം ഉയർത്താൻ വേണ്ടി അവൻ തന്ന രോഗമാണിത്. ഇത് ചികിത്സിക്കാൻ തൽക്കാലം ഞാൻ ഒരുമ്പെടുന്നില്ല, ഞാനിത് സഹിച്ചുകൊള്ളാം. അങ്ങനെ മഹാനവറുകൾ യാത്ര തുടരുകയാണ്. ഷാമിലെത്തിയപ്പോ കാലിന്റെ വേദന മൂർച്ഛിക്കുകയാണ്. അസഹനീയമായ വേദനയാണ്. ഡോക്ടർമാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, നിങ്ങളുടെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കാല് ചത്തുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കാല് മുറിച്ചു മാറ്റിയില്ല എങ്കിൽ ആ മുറിവ് നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു കയറുകയും നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കാല് മുറിച്ചു മാറ്റിയേ മതിയാവൂ എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഡോക്ടർമാർ അറുത്തു മുറിച്ചു പറഞ്ഞപ്പോ, ഇനി ജീവൻ രക്ഷിക്കാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആ ചികിത്സക്ക് സമ്മതിക്കുകയാണ്. ഡോക്ടർമാർ കടന്നു വന്നു. ഒരു സംഘം ഡോക്ടർമാർ മഹാനവറുകളെ ചികിത്സക്ക് വേണ്ടി കിടത്തുകയാണ്. കാല് മുറിച്ചെടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി രോഗിക്ക് വേദന അനുഭവപ്പെടാതിരിക്കാൻ ഒരു മയക്കുമരുന്ന് കുത്തിവെക്കാൻ വന്നപ്പോ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന വൈദ്യന്മാരോട് പറയുകയാണ്, അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്നെ മയക്കുമരുന്ന് കുത്തിവെച്ചുകൊണ്ട് ബോധം കെടുത്തുകയാണോ? എന്റെ ബോധത്തെ നശിപ്പിക്കുകയാണോ? രാജാതിരാജനായ റബ്ബ് എനിക്ക് വലിയ അനുഗ്രഹമായി തന്ന എന്റെ ബുദ്ധിയെയും ബോധത്തെയും നിങ്ങൾ ഒരൽപ്പ നിമിഷം പോലും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചു കളയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് മയക്കുമരുന്ന് കുത്തിവെക്കേണ്ടതില്ല, നിങ്ങൾ എനിക്ക് മയക്കുമരുന്ന് കുത്തിവെക്കേണ്ടതില്ല. എന്റെ കാല് നിങ്ങൾക്ക് പച്ചക്ക് മുറിച്ചെടുക്കാം. ആ വേദന ഞാൻ അള്ളാഹുവിന് വേണ്ടി സഹിക്കുവാൻ തയ്യാറാണെന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഡോക്ടർമാര് തങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കെ അവിടുത്തെ കാല് പച്ചക്ക് മുറിച്ചെടുക്കുകയാണ്.
ഒരു മനുഷ്യന്റെ കാല് പച്ചക്ക് മുറിച്ചെടുക്കുകയാണ്. രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകിയപ്പോ ആ രക്തം നിലക്കുവാൻ വേണ്ടി മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളുടെ ആ മുറിച്ചെടുത്ത കാലിന്റെ ബാക്കി ഭാഗം കൊണ്ടുപോയി ചൂടുള്ള വെള്ളത്തിൽ, തിളച്ചു മറിയുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത വേദനയിലപ്പുറമല്ലേ അത്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വേദന സഹിക്കാൻ കഴിയാതെ ബോധരഹിതനായി നിലത്തു വീഴുകയാണ്. ആ സമയത്താണ് ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾക്ക് മറ്റൊരു പരീക്ഷണം കൂടെ ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കടന്നവരിൽ അങ്ങനെയാണ്. ഒന്നിനു പിറകെ മറ്റൊന്നായി തുടരെയാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുക. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് കിടക്കുമ്പോഴാണ്, ബോധരഹിതനായി കിടക്കുമ്പോഴാണ് മഹാനവറുകളുടെ പ്രിയപ്പെട്ട മകൻ ഒട്ടകപ്പുറത്ത് നിന്ന് വീണുകൊണ്ട് മരണപ്പെടുന്നത്. ഈ വാർത്ത ഡോക്ടർമാരുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഞെട്ടി വിറച്ചുപോയി. എങ്ങനെയാണ് വേദന സഹിക്കാൻ കഴിയാതെ ബോധരഹിതനായി കിടക്കുന്ന ഒരു രോഗിയോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത എങ്ങനെയാണ് ഒരു രോഗിയോട് പറയാൻ സാധിക്കുക? എങ്ങനെ ഒരു മനുഷ്യനത് താങ്ങാൻ സാധിക്കും? അവരിങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോഴാണ് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുന്നത്. ഡോക്ടർമാരിങ്ങനെ മനസ്സോടുകൂടി ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അഹ്സനല്ലാഹു അസാക ഫീ റിജ്ലിക, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ കാലിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്കൊരു പകരം തരുമാറാവട്ടെ. വീണ്ടും പറഞ്ഞു, അഹ്സനല്ലാഹു അസാക ഫീ വലദിക, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മകന്റെ കാര്യത്തിലും അല്ലാഹു നിങ്ങൾക്ക് ഖൈറു തരട്ടെ. സാധാരണ ഈ വാക്ക് പറയാറുള്ളത് മരിച്ച വീട്ടിൽ പോയിട്ട് അവരെ സമാധാനിപ്പിക്കുമ്പോഴാണ്. അഹ്സനല്ലാഹു അസാക്, അല്ലാഹു നിങ്ങൾക്ക് ആശ്വാസം തരട്ടെ എന്ന വാക്ക് പറയാറുള്ളത് മരിച്ച ആളുകളുടെ ബന്ധുക്കളോടാണ്. ഈ വാക്ക് കേട്ടപ്പോൾ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ മകന്റെ കാര്യത്തിൽ അല്ലാഹു എനിക്ക് ആശ്വാസം തരട്ടെ എന്നാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്? അതിനർത്ഥം എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരിച്ചു എന്നാണല്ലോ. എന്ത് സംഭവിച്ചു? എന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയോ? മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ കൂടെയുള്ളവരോട് ചോദിക്കുമ്പോ ഡോക്ടർമാര് പറഞ്ഞു, അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് ഒരു അപകടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ആ സമയത്ത് ഏതൊരു മനുഷ്യനും തകർന്നു പോകുന്ന, ഏതൊരു മനുഷ്യനും തളർന്നു പോകുന്ന ആ നിമിഷത്തിൽ അസാധാരണമായ ഈമാനികമായ കരുത്ത് കൈമുതലാക്കിയ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞ മറുപടി, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, നീ എനിക്ക് 4 അവയവങ്ങൾ തന്നുവല്ലോ. അഅതൈതനി അർബഅതൻ മിനൽ ഔലാദ്, അഅതൈതനി അർബഅതൻ മിനൽ അഅളാ, എനിക്ക് നീ 4 അവയവങ്ങൾ തന്നുവല്ലോ, 2 കൈയും 2 കാലും. വഅഖൽത മിൻഹാ വാഹിദാ, ആ 4 അവയവങ്ങളിൽ നിന്ന് 1 മാത്രമല്ലേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. എനിക്ക് നീ 4 മക്കളെ തന്നുവല്ലോ. ആ 4 മക്കളിൽ 1 മാത്രമല്ലേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ, ബാക്കി 3 നീ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഈമാനിന്റെ കനം എത്രയാണ്, ആ ഒരു ഈമാനിന്റെ കട്ടി എത്രയാണ്. ഏത് പ്രതിസന്ധികളുടെ നടുക്കടലിലൂടെ കടന്നു പോവുകയാണെങ്കിലും അല്ലാഹുവിലുള്ള തവക്കുലും അവനിലുള്ള വിശ്വാസവും അവനിൽ ബലമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിലും അണുവളവ് പോലും വ്യത്യാസപ്പെടുത്താതെ വലിയ മാതൃകയാണ് മഹാന്മാരായ സ്വഹാബിമാര് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മഅസീക്. അല്ലാഹുവേ, നിന്നോടൊരു പേടി ഞങ്ങളുടെ മനസ്സിൽ നീ നൽകണേ അല്ലാ. നിന്നോടൊരു പേടി, ആ പേടിയുടെ അളവെത്രയാണ്? ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോ, ആരോരും കാണാതെ രഹസ്യമായി ഞങ്ങൾ ഒരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, അല്ലാഹുവേ അല്ലാഹുവേ നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ അല്ലാ എന്നുള്ള ചിന്തയോടെ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രം വലിയ ഒരു പേടി ഞങ്ങളുടെ മനസ്സിൽ നീ നൽകണേ അല്ലാ.
ومن طاعتك ما تبلغنا به جنتك അല്ലാഹുവേ നിന്നോടുള്ള ത്വാഅത്ത് നിന്റെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ച് നിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ ശിരസാവഹിച്ച് നിന്റെ ഇബാദത്തുകൾ അധികരിപ്പിച്ച് അവസാനം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ മാത്രം വലിയ ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ എന്ന് ഹബീബായ തങ്ങൾ ദുആ ചെയ്യുകയാണ്. തൊട്ടടുത്തതായി നബി തങ്ങൾ പറയുന്നു വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസായിബദ് ദുനിയാ. ഈ ദുനിയാവിൽ എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഏത് പ്രതിസന്ധികളുടെ വെല്ലുവിളികളുടെ നടുക്കടലിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും എത്ര മാരകമായ രോഗങ്ങൾ അലട്ടിയാലും എത്ര ഭീമമായ നഷ്ടങ്ങളും കഷ്ടങ്ങളും അപകടങ്ങളും ഉണ്ടായാലും അല്ലാഹുവേ നിന്നെ ഓർത്തുകൊണ്ട് സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ഈമാനികമായ കരുത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അങ്ങനെ ഒരു ദുആ ചൊല്ലുവാൻ വേണ്ടി, അങ്ങനെ ഒരു ദുആ നടത്തുവാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞുവല്ലോ. മാതൃകായോഗ്യനായ ഒരു മനുഷ്യൻ, മാതൃകാപുരുഷനായ ഒരു ചരിത്ര പണ്ഡിതൻ. ആ മഹാനുഭാവനായ മനുഷ്യൻ ഇത്രയും വലിയ ഈമാനികമായ നിലവാരത്തിലേക്ക് ഉയർന്നു പോവാനുള്ള കാരണം എന്തേ? അതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലാണ് നല്ല മരങ്ങൾ ഉണ്ടാവുക, നല്ല ഭൂമിയിലാണ് നല്ല മരങ്ങൾ ഉണ്ടാവുക. ചീത്ത ഭൂമികളിൽ, ചതുപ്പ് നിലങ്ങളിൽ ഏത് സമയത്തും പാഴ്മരങ്ങൾ മാത്രമേ വളർന്നു വരികയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ല മാതാപിതാക്കൾക്കാണ് നല്ല മക്കൾ ഉണ്ടാവുക. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അത്രയും വലിയ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയായ, നമ്മൾ നേരത്തെ പരാമർശിച്ച മഹദിയായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഏറ്റവും വലിയ അധ്യാപികയും പ്രിയപ്പെട്ട ഉമ്മ തന്നെയാണ്. ഉമ്മമാര് നന്നാകുമ്പോഴാണ്, ബാപ്പമാര് നന്നാകുമ്പോഴാണ് പ്രിയപ്പെട്ട മക്കളും നന്നാവുക എന്നുള്ള വലിയ സന്ദേശം, വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ചെറിയ മക്കളായിരുന്ന കാലഘട്ടത്തില് രാത്രി സമയത്ത് ഞങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പാതിരാത്രിയിൽ ഞങ്ങൾ ഉറക്കത്തിൽ നിന്നുണരുമ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മയെ കാണാറില്ല. ഉറങ്ങാൻ കിടന്നപ്പോ ഉമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ പാതിരാത്രി ഉണരുമ്പോ ഉമ്മയെ കാണാറില്ല. ഞങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ആ പാതിരാത്രിയിൽ എഴുന്നേറ്റ് വുളൂവെടുത്ത് മുസല്ല വിരിച്ച് രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് കരയുന്ന കാഴ്ചയാണ് ചെറുപ്പം മുതലേ ഞങ്ങൾ കണ്ടു വളർന്നത് എന്ന് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഏത് ആയത്തായിരുന്നു അസ്മാ ബീവി ഓതിയിരുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. പ്രിയപ്പെട്ട ഉമ്മമാരെ, മഗ്രിബ് ഖളാക്കിയിട്ട് നമ്മൾ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ നമ്മുടെ മക്കൾ നന്നാവുന്നത്? സുബഹി ഖളാക്കിയിട്ട് കടന്നുറങ്ങുന്നതിൽ നമ്മൾ തന്നെ മാതൃക കാണിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്? നന്മ ചെയ്തുകൊണ്ട് മാതൃക കാണിക്കേണ്ടത് മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾക്കാണ് നല്ല മക്കൾ ഉണ്ടാവുക എന്നും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ആ പാതിരാ സമയത്ത് തന്റെ മക്കൾ വിട്ടെഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കാരത്തിലായിരിക്കുമ്പോൾ ഓതിയിരുന്ന ആയത്ത് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. നാളെ ഖിയാമത്ത് നാളില് അല്ലാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ട്, ഹിസാബ് കഴിഞ്ഞു, കിതാബ് കഴിഞ്ഞു, മീസാൻ കഴിഞ്ഞു,
സിറാത്ത് കഴിഞ്ഞു, എല്ലാ പരീക്ഷണങ്ങളും കടന്നു കഴിഞ്ഞ് അവസാനം മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് വലത് കാലെടുത്തു വെക്കുമ്പോൾ ആശ്വാസത്തോടു കൂടി സമാധാനത്തോടെ സന്തോഷത്തോടെ മുഅ്മിനീങ്ങൾ പറയുന്ന വാക്കാണത്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹുവേ, ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുവല്ലോ അല്ലാഹ്, ഹിസാബിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ തമ്പുരാനെ. സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോ കാലിടറാതെ ഞങ്ങൾ നീ കാത്തുവല്ലോ തമ്പുരാനെ. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് സന്തോഷത്തോടു കൂടി മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തുമ്പോ പറയുന്ന വാക്കാണത്. ഈ വാക്കിങ്ങനെ ഓതിയിട്ട് അസ്മാ ബീവി കരയുന്നത് എന്തിനാണ്? അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ അടിമകളാണല്ലോ ഇത് പറയാനുള്ള ഭാഗ്യം ലഭിക്കുന്നവർ. ഈ പാവപ്പെട്ട എനിക്ക് അത് സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാനുള്ള ഭാഗ്യമുണ്ടാകുമോ അല്ലാഹ് എന്നോർത്തുകൊണ്ട് നേരം പുലരുവോളം നിസ്കാരത്തിൽ തേങ്ങി തേങ്ങി കരഞ്ഞിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നത് എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ആനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയാണ്. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അവരും വലിയ മാതൃകയാണ്. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ പഠിപ്പിക്കുന്നതെന്തോ, നമ്മൾ മാതൃക കാണിക്കുന്നതെന്തോ, അതാണ് മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, വളരെ ചെറിയ കുഞ്ഞാണ്, സംസാരിക്കാനുള്ള പ്രായമായിട്ടില്ല. ആ സമയത്ത് പോലും പ്രിയപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ആ പൊന്നുമോനെ മടിയിൽ വെച്ചുകൊണ്ട് പറയുമത്രേ, യാ ബുനയ്യ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ മോനെ. ഉമ്മ എന്ന് വിളിക്കാൻ പോലുമുള്ള പ്രായമായിട്ടില്ലാത്ത കുഞ്ഞിനോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനമാണ്. ഇത് കാണുമ്പോ ഭർത്താവ് മാലിക്കിന് ദേഷ്യം പിടിക്കും. ഭാര്യയോട് പറയും, ലാ തുഫ്സിദി അലയ്യ ഇബ്നി. മാലിക് മുസ്ലിം ആയിട്ടില്ല, അനസ് ഇബ്നു മാലിക് എന്നാണല്ലോ. മാലിക് എന്നവര് തന്റെ ഭാര്യയോട് പറയും, എന്തിനാണ് പെണ്ണെ നീ ആ കുട്ടിക്ക്, ആ കുഞ്ഞിന് നീ അനാവശ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്തിനാണ് ആ കുട്ടിയെ നീ വടക്കാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ചീത്ത പറയും അത്രേ ആ സമയത്ത്. പക്ഷേ ഭർത്താവിന്റെ എല്ലാ ശകാരങ്ങളെയും വകവെക്കാതെ, ഒരു ശകാരങ്ങളെയും വകവെക്കാതെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ മടിയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തിരുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനമാണ്. അങ്ങനെ ചരിത്രം പറയുന്നു, ഫകാന അവ്വല മാ തകല്ലമ ബിഹി അനസുൻ, ഫകാന അവ്വലു മാ തകല്ലമ ബിഹി അനസുൻ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ആദ്യമായി പറഞ്ഞ വാക്ക്, അവിടുത്തെ നാവിലൂടെ ആദ്യമായി പുറത്തു വന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനമാണ്. ആ വാക്കിന്റെ ബറക്കത്ത് കൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇന്ന് ചരിത്രം അറിയുന്ന മഹാനുഭാവനായി തീർന്നില്ലേ? ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായി ഖാദിമായി 10 കൊല്ലത്തോളം ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചില്ലേ? ഏകദേശം 100 വയസ്സോളം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ജീവിക്കുകയും ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു വാരിക്കോരി കൊടുക്കുകയും ചെയ്ത വലിയ ഇരുലോക വിജയം അല്ലാഹു നൽകിയ മഹാനുഭാവനായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മാറിയത് ജീവിതത്തിൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ് അവിടുത്തെ നാവിലൂടെ കടന്നു വന്നത് എന്നതിന്റെ ബർക്കത്ത് കൊണ്ടാണത്രേ. നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തിൽ എന്താ പഠിക്കുന്നത്? കണ്ണിൽ കണ്ട സിനിമാ പാട്ടുകൾ മുഴുവൻ നമ്മുടെ മക്കൾക്ക് കാണാപ്പാഠമാണ്. ഏത് സിനിമാ പാട്ടും പറഞ്ഞു തരും, പാടിത്തരും. ഏത് സിനിമാ നടന്മാരുടെ പേരുകളും അവർ പറഞ്ഞു തരും. ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഇത് മെസ്സിയാണോ നെയ്മറാണോ കൃത്യമായി അവർ പറഞ്ഞു തരും. എന്നാൽ പരിശുദ്ധമായ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തഹ്ലീലുകൾ, തഹ്ലീൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഹബീബായ തങ്ങളുടെ പേര് തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ അവർക്ക് സാധിക്കുമോ? അല്ലാഹ് എന്ന ജലാലത്തിന്റെ കലിമത്ത് തെറ്റില്ലാതെ ഉച്ചരിക്കാൻ നമ്മുടെ മക്കൾ പഠിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ എവിടെയാണ് നോക്കുന്നത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞത്, നല്ല ഭൂമിയിൽ മാത്രമേ നല്ല മരങ്ങൾ ഉണ്ടാകൂ എന്നതുപോലെ നല്ല മാതാപിതാക്കൾക്ക് മാത്രമേ നല്ല മക്കൾ ഉണ്ടാവുകയുള്ളൂ. അവസാനം നമ്മൾ മരണപ്പെട്ടു എന്നറിയുമ്പോ
നമ്മെ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് തിരിച്ചു വരുന്ന മക്കൾ പിന്നെ ഒരിക്കൽ പോലും ആ ഖബറിടത്തിലേക്ക് തിരിഞ്ഞു വരാത്ത, തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ മരിച്ചാൽ നമ്മളെ ഓർക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ. മറ്റൊരു സ്വഹാബിയാണ് മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു. ചരിത്രം വളരെ വിശാലമാണ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക്, പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്ന മാതൃക, ഏത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിൽ വിശുദ്ധമായ ദീനിനു വേണ്ടിയെല്ലാം സമർപ്പിക്കുവാൻ ഒരു മുസ്ലിമായ മനുഷ്യൻ തയ്യാറായിരിക്കണമെന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാവപ്പെട്ട മുസ്ലിമായ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി, നബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ വളരെ വിഷമത്തിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് ചോദിച്ചു, സഹോദരാ, നിങ്ങൾക്ക് എന്തു പറ്റി? അയാൾ തന്റെ വിഷമത്തിന്റെ കാരണം പറഞ്ഞു. നബിയേ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ അയൽവാസി, ആ മനുഷ്യന്റെ വീട്ടുവളപ്പിലുള്ള ഈത്തപ്പന എന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് നബിയേ, എന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് അത് ചാഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് നല്ല പഴുത്ത് പാകമായ നല്ല മധുരമുള്ള ഈത്തപ്പഴങ്ങൾ എന്റെ മുറ്റത്ത് വീഴാറുണ്ട്. ഇന്ന് രാവിലെ ആ ഈത്തപ്പനയുടെ മുകളിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ വീണപ്പോ വിശന്നു വലഞ്ഞുകൊണ്ടിരിക്കുന്ന, ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത എന്റെ പ്രിയപ്പെട്ട മക്കൾ ഓടിച്ചെന്നുകൊണ്ട് അതിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് വരുത്തുന്ന തുടങ്ങിയപ്പോ എന്റെ അയൽവാസി ഓടി വന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കൈകളിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുകയും, എന്തിന്, അവരുടെ വായിലുണ്ടായിരുന്ന ഈത്തപ്പഴങ്ങൾ പോലും വായിൽ കൈയിട്ടുകൊണ്ടെടുത്ത് വലിച്ചെറിഞ്ഞു. നബിയേ, ആ പ്രിയപ്പെട്ട മക്കളുടെ മുഖം കണ്ടപ്പോ, വിശന്നു വലഞ്ഞു കിടക്കുന്ന അവരുടെ ദൈന്യത നിറഞ്ഞ മുഖം കണ്ടപ്പോ എനിക്ക് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല നബിയെ. അതുകൊണ്ട് അങ്ങയുടെ മജ്‌ലിസിൽ വന്നിരുന്നാൽ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ ഒരല്പസമയമെങ്കിലും എനിക്ക് ആശ്വാസം ലഭിക്കുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ ഈ മജ്‌ലിസിലേക്ക് വന്നത് നബിയേ. അത് കേട്ടപ്പോ ഹബീബായ തങ്ങൾക്ക് അതിനേക്കാളും വിഷമമായി. ഈ ഉമ്മത്തിലെ ഏതൊരു മനുഷ്യൻ വിഷമിച്ചാലും അതിനേക്കാളും കൂടുതൽ ആ കാര്യത്തെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന് ഈ സ്വഹാബിയുടെ വിഷമം കേട്ടപ്പോ അതിനേക്കാളും വിഷമമായി. അതിനൊരു പരിഹാരം കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഈത്തപ്പനയുടെ ഉടമസ്ഥന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അല്ലയോ സഹോദര, നിങ്ങളുടെ ഈത്തപ്പന നിങ്ങൾ എനിക്കൊന്ന് വിൽക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല. അയാൾ മുനാഫിക്കായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. അയാൾ കപട വിശ്വാസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു, എങ്കിൽ ആ ഈത്തപ്പന നിങ്ങൾ എനിക്ക് വെറുതെ തരണം. ഈ ഒരൊറ്റ ഈത്തപ്പനക്ക് പകരം സ്വർഗത്തിൽ 100 ഈത്തപ്പനകൾ ഞാൻ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്ന് വാങ്ങിത്തരാം. ആരാ പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് 100 ഈത്തപ്പന, ഈ ഒരൊറ്റ ഈത്തപ്പനക്ക് പകരം ഞാൻ നിങ്ങൾക്ക് തരാം, വാങ്ങിത്തരാം. ആ മനുഷ്യനുണ്ടായാലും വല്ല വിശ്വാസവും? അയാൾ പറഞ്ഞു, സാധ്യമല്ല നബിയെ, അത് മാത്രം എന്നോട് പറയരുത്. ഈ ഈത്തപ്പന അല്ലാത്തവർ ഏതും നിങ്ങൾ ചോദിച്ചോ തരാം, പക്ഷെ ഇത് മാത്രം തരാൻ പറ്റില്ല. അയാൾക്കറിയാം ഇത് മാത്രമേ നബി തങ്ങൾക്ക് ആവശ്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. നേരെ നബി തങ്ങളുടെ അടുക്കൽ ഓടി വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, ആ ഒരു ഈത്തപ്പന അയാൾ അങ്ങേക്ക് തന്നിരുന്നെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ 100 ഈത്തപ്പന കൊടുക്കാമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, അതേ സഹോദര. അബൂ ദഹ്ദാഹ് തങ്ങൾ ചോദിച്ചു, നബിയേ, എങ്കിലാ ഈത്തപ്പന ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങാം, എത്ര വില കൊടുത്തു വാങ്ങാം. എന്നിട്ട് ആ ഈത്തപ്പന നബിയെ അങ്ങേക്ക് ഞാൻ സ്വതക്കയായി തന്നാൽ അങ്ങ് പറഞ്ഞ 100 ഈത്തപ്പന എനിക്ക് കിട്ടുമോ നബിയേ? അത് നിങ്ങൾക്ക് കിട്ടും. ഉടനെ തന്നെ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ ഈത്തപ്പനയുടെ ഉടമസ്ഥന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കണം, എന്ത് വിലയും തരാം, എന്ത് വിലയും തരാം. ആ മനുഷ്യൻ കിട്ടിയ ചാൻസ് അല്ല. അയാൾ പറഞ്ഞു, ഈ ഒരൊറ്റ ഈത്തപ്പനക്ക് പകരം 100 ഈത്തപ്പനകൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം തന്നാൽ ഈ ഒരു ഈത്തപ്പന തരാം. ഒരു ഈത്തപ്പനക്ക് പകരം 100 ഈത്തപ്പന തന്നാൽ ഇത് തരാം. നഷ്ടക്കച്ചവടം എന്ന് പറയാൻ പറ്റുമോ? അത് ഭ്രാന്ത് എന്നല്ലേ പറയാം. കച്ചവടത്തിന്റെ നിയമം അനുസരിച്ച് നഷ്ടക്കച്ചവടത്തിനുള്ള ഒരു പരിധി.
പക്ഷേ മഹാനായ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം നേടാനുള്ള അടങ്ങാത്ത ദാഹമാണ്. അബൂദ്ദഹ്ദാഹ് തങ്ങൾ പറഞ്ഞു, സമ്മതിച്ചു. ഈ ഒരൊറ്റ ഈത്തപ്പനക്ക് പകരം എന്റെ തോട്ടത്തിലുള്ള 100 ഈത്തപ്പന നിനക്ക് ഞാൻ തരാൻ തയ്യാറാണ്. വിൽപ്പന നമുക്ക് നടത്താം. അങ്ങനെ ഇടപാട് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ആ മനുഷ്യൻ ഈത്തപ്പന എനിക്ക് വിറ്റിട്ടുണ്ട്. 100 ഈത്തപ്പന കൊടുത്തിട്ടാണ് ഞാനത് വാങ്ങിയത്. ആ ഈത്തപ്പന നബിയെ അങ്ങേക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്യുകയാണ്, യാ റസൂലല്ലാഹ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതി കൊടുത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി നൽകിയാൽ, എന്ത് നൽകിയാൽ, എങ്ങനെ നൽകിയാൽ, അതൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾക്ക് നൽകുവാൻ എന്തൊക്കെയുണ്ട് അത് മുഴുവനും അതിൽപ്പെടും. വെറും പൈസ മാത്രമല്ല, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നൽകിയാൽ, ഒരു ചെറുപ്പക്കാരന് നല്ല ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തെ ദീനീയായ പ്രവർത്തനത്തിന് വേണ്ടി അവൻ ചെലവഴിച്ചാൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനാണ്, അവൻ ഷഹീദിന്റെ കൂലിയുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഒരാൾ തന്റെ സമ്പത്തോ ആരോഗ്യമോ സമയമോ ചെലവഴിച്ചാൽ അതെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള പ്രവർത്തനമാണ്. ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ, കൊടുക്കുക എന്ന് പറയുമ്പോൾ വെറും പൈസ മാത്രമല്ല, നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കൊടുക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. മഹാനായ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ മാതൃകയല്ലേ പഠിപ്പിച്ചു തരുന്നത്. ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും വിശുദ്ധമായ ദീനിനു വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ഒരു ജനത ഈ ലോകത്തുണ്ടായപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിനെ ലോകത്ത് നിലനിർത്തിയത്. വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി മിൻഹും ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നൽകുന്ന വാഗ്ദാനമാണ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൂമിയുടെ അധികാരം നൽകുന്നതാണ്. ഈ ഭൂമിയുടെ അധികാരം നൽകുന്നതാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ ഇന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് വിധേയരായി കൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തോടാണ് പരിശുദ്ധമായ ഖുർആൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഈ ഭൂമിയുടെ അധികാരം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട പരിശുദ്ധമായ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ അവസരം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഇന്നവര് പേടിയിലാണ്, ഇന്നവര് പേടിയിലാണ്. നാല് ഭാഗത്തു നിന്നും പേടിയോടുകൂടി ജീവിക്കേണ്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു അവസരം നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വാഗ്ദാനം തന്നിട്ടുണ്ട്. ഈ വാഗ്ദാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബിമാരിലൂടെ പൂർത്തീകരിച്ചത്. ഈ വാഗ്ദാനം അല്ലാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സ്വഹാബി, ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരെ അല്ലാഹു പറഞ്ഞതിൽ നിന്ന്, ഹബീബായ തങ്ങൾ പറഞ്ഞതിൽ നിന്ന് അണുവളവ് പോലും വ്യത്യാസമില്ലാതെ അവർ ജീവിച്ചപ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നവരായി അവർ മാറിയത്. അല്ലാഹു അവർക്ക് അധികാരം നൽകിയത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്ത എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മദീനയിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള ഇന്ന് ജോർദാനിൽ നിലകൊള്ളുന്ന സൗദി അറേബ്യയിലെ മദീനയിൽ
ജോർദാനും തമ്മിൽ എത്ര കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും. ജോർദാനിൽ നിലകൊള്ളുന്ന മുഅ്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും 3000-ഓളം വരുന്ന മുസ്ലിമീങ്ങളെയും പറഞ്ഞയക്കുകയാണ്. 100 കണക്കിന് കിലോമീറ്റർ പലരും കാൽനടയായിട്ടാണ് സഞ്ചരിച്ചത്. മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ, മൂർത്തു നിൽക്കുന്ന കരിമ്പാറകളിലൂടെ, ചെരുപ്പ് പോലും ധരിക്കാതെ ആ മഹാന്മാരായ സ്വഹാബിമാര് കാലുകൾ മുറിഞ്ഞുകൊണ്ട് ചോരയൊലിക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാൻ ആ മഹാരഥന്മാർ യാത്ര തുടരുകയാണ്. അവസാനം മുഅ്തയിൽ എത്തിച്ചേർന്നപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് 3000-ഓളം വരുന്ന പട്ടിണി പേക്കോലങ്ങളായ, ഭക്ഷണമില്ലാത്ത, ശരിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത വിധം ഭക്ഷണം കഴിക്കുവാനും ആരോഗ്യവുമില്ലാത്ത ഒരു സമൂഹത്തോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ളത് 2 ലക്ഷത്തോളം വരുന്ന തടിമാടന്മാരായ സർവ്വവിധായുധങ്ങളുമുള്ള ഒരു വലിയ സൈന്യമാണ്. 3000 ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ വന്നത് 2 ലക്ഷത്തോളം ആളുകൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്യന്തികമായ വിജയം നൽകിയത് ആർക്കാണ്? ചരിത്രമല്ലേ അത്? മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം അവരുടെ ചരിത്രങ്ങളെല്ലാം. അങ്ങനെയുള്ള ഒരു പിടി സ്വഹാബിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് വിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിൽ ഏർപ്പെട്ടപ്പോഴാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തപ്പോഴാണ് നമ്മളൊക്കെ മുസ്ലിമായത്. അല്ലെങ്കിൽ മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞതുപോലെ അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വസ്ലുകും മിൻ ഖബലു തീയം വനായരു ആശാരി മൂശാരി വപാണൻ വപറയരു എന്ന് വളരെ അർത്ഥവത്തായ ഒരു കവിത മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. ആ മഹാന്മാര് പർവ്വത സമാനമായി ഉയർന്നു നിൽക്കുന്ന കടലിന്റെ തിരമാലകളെ വകഞ്ഞു മാറ്റി ജീവൻ പണയം വെച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് വലിയ ത്യാഗങ്ങൾ ചെയ്തപ്പോഴാണ് നമ്മളൊക്കെ മുസ്ലിമീങ്ങളായത്. അല്ലെങ്കിൽ നമ്മൾ ഏത് മതക്കാരായിരിക്കുമെന്ന കാര്യത്തിൽ പോലും സംശയമല്ലേ. അള്ളാഹു നമുക്ക് ഹിദായത്ത് ചെയ്തത്, ഹിദായത്ത് നൽകിയത് ആ മഹാരഥന്മാരുടെ ത്യാഗം കൊണ്ടാണ്. ഞാൻ ഈ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം യുദ്ധം തുടങ്ങുകയാണ്. ഹബീബായ തങ്ങൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച പതാക വലത് കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ശത്രു സൈന്യം മഹാനവറുകളെ വളഞ്ഞു. ശരീരത്തിൽ തുരുതുരാ വെട്ടുകയാണ്. വെട്ടേറ്റ് ആ മഹാനുഭാവന്റെ വലത്തെ കൈ അറ്റ് നിലത്തു വീണുപോയി. പക്ഷേ ആ മഹാനായ സ്വഹാബി തന്റെ കയ്യിലുണ്ടായിരുന്ന പതാക ഇടത്തെ കയ്യിലേക്ക് മാറ്റിപ്പിടിക്കുകയാണ്. പിന്നോട്ടൊരടി പോലും പിന്നോട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് എന്റെ കയ്യിലേൽപ്പിച്ച വിശുദ്ധമായ ദീനിന്റെ പതാക നിലത്തു വീണ് ചെളി പുരളാൻ, പൊടി പുരളാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ അത് അനുവദിക്കുകയില്ല. ആ പതാക തന്റെ ഇടത്തെ കയ്യിൽ മുറുക്കി പിടിക്കുകയാണ്. ശത്രുക്കൾ തന്റെ ഇടത്തെ കൈയും വെട്ടിമാറ്റി. ഉടനെ ആ പതാക എടുത്ത് തന്റെ വലത്തെ കക്ഷത്തിൽ ഇറുക്കി പിടിച്ചു. ശത്രു സൈന്യം മഹാനവകളുടെ കൈയിന്റെ വലത്തെ കൈയിന്റെ ബാക്കി വരുന്ന ഭാഗം കൂടെ വെട്ടിമുറിച്ചിടുകയാണ്. ആ പതാക തന്റെ ഇടത്തെ കൈയിന്റെ പകുതി വരുന്ന തന്റെ ഇടത്തെ കൈയിന്റെ കക്ഷത്തിൽ ഇറുക്കി പിടിച്ചു. ശത്രുക്കൾ ആ കൈയും വെട്ടി മുറിച്ചു. അവസാനം ശരീരമാസകലം വെട്ടുകളും കുത്തുകളുമേറ്റ് ആ മഹാനുഭാവൻ മുഅ്ത യുദ്ധത്തിൽ പിടഞ്ഞു മരണപ്പെടുമ്പോൾ ശരീരത്തിൽ 90-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ബൈക്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒന്ന് സ്കിഡായിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും തൊലി പോയാൽ പിന്നെ നിസ്കാരം തന്നെ ഇല്ല. 90-ലധികം മുറിവുകൾ ശരീരത്തിൽ ഏറ്റുകൊണ്ട ആ മഹാനുഭാവൻ യുദ്ധക്കളത്തിൽ പിടഞ്ഞ് ലോകത്തോട് വിട പറയുകയാണ്. ചരിത്രം പറയുകയാണ്, വകാന ലഹു ഔലാദുൻ കൽഫറാഖ്, പറക്കമുറ്റാത്ത പക്ഷി കുഞ്ഞുങ്ങളെ പോലെ, കുഞ്ഞിക്കിളികളെ പോലെ, ചെറിയ പറക്കമുറ്റാത്ത മക്കളുടെ വാപ്പയായിരുന്നു മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു.
ആ മക്കളെ വീട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് മഹാനുഭാവൻ യാത്ര തുടർന്നത്. അങ്ങനെ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന വാർത്ത അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മഹാനവറുകളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് സമാധാനിപ്പിക്കുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ രൂപസാദൃശ്യത്തിലുള്ള സ്വഹാബിയായിരുന്നു ജാഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നബി തങ്ങളുടെ സഹോദരനാണ്. കാരണം നബി തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനായ അബൂ ത്വാലിബ് എന്നവരുടെ മകനാണല്ലോ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂത്താപ്പാന്റെ മക്കൾ, എളാപ്പാന്റെ മക്കളൊക്കെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സഹോദരൻ തന്നെയാണ്. ഒരേ മുഖഛായയാണ് രണ്ടുപേരുമുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ ഓടി വന്ന് തങ്ങളുടെ ഉപ്പ വന്നു എന്നുള്ള സന്തോഷത്തോടെ ഉപ്പയെ തിരിച്ചറിയാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ തങ്ങളുടെ ഉപ്പ വന്നു എന്ന സന്തോഷത്തോടെ ഓടി വന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ കയറി ഇരിക്കുകയാണ്. ഹബീബായ തങ്ങൾ എന്തു പറയാൻ, ആ ഹബീബിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിയെന്ന് ചരിത്രത്തിൽ കാണാം. എത്ര വലിയ ത്യാഗം! അവരുടെ മുമ്പിലൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്തു വിശുദ്ധമായ ദീനിനു വേണ്ടി? നമ്മൾ ചിന്തിക്കുക. ഒരു മനുഷ്യൻ ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടാവൽ ഒരു വലിയ കാര്യമാണ്. ഒരു മനുഷ്യൻ തന്റെ തക്സീറുകളെ തിരിച്ചറിയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആ തക്സീറുകളെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധമായ ദീനിനു വേണ്ടി ഈ രൂപത്തിൽ സേവനങ്ങളും ത്യാഗങ്ങളും സഹായങ്ങളും ചെയ്ത മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മഹാനായ ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ മഹാരഥന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ സമയ ദിവസത്തിൽ ഫൽയുബല്ലിഗ് ശാഹിദു മിൻകുമുൽ ഗായിബ്, എന്റെ മുമ്പിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും ഇവിടെ ഇല്ലാത്തവർക്ക് ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാരെല്ലാം തങ്ങളുടെ കുതിരകൾ ഏതു ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് യാത്രയങ്ങോട്ട് തുടങ്ങുകയാണ്. ആ പറഞ്ഞ സമയത്ത് ഏത് ഭാഗത്തേക്ക് ആ കുതിര തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് തന്നെ നേരെ മുന്നോട്ട് തെളിച്ചു. എവിടേക്കാണ് എത്തിച്ചേരുന്നത്, ഏത് സമൂഹത്തെയാണ് അഭിമുഖീകരിക്കുന്നത്, ആരെയാണ് കണ്ടുമുട്ടാൻ പോകുന്നത്, ഏതൊക്കെ അപകടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊന്നും ചിന്തിക്കാതെ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ആജ്ഞകൾ നിറവേറ്റുവാൻ ആ മഹാരഥന്മാരായ സ്വഹാബിമാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ കൂട്ടത്തില് ചൈനയിൽ പോലും മഹാന്മാരായ സ്വഹാബിമാർ എത്തിച്ചേർന്നതിന്റെ ചരിത്രത്തിൽ രേഖകളുണ്ട്. ചൈന എന്ന് പറഞ്ഞ എത്ര ദൂരെയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അല്ലെങ്കിൽ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ പേരിൽ ചൈനയിൽ ഒരു മസ്ജിദ് ഉണ്ട്. ആ മഹാനുഭാവൻ അവിടെ എത്തിച്ചേർന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു ഒരു സൈന്യവുമായി ചൈനയിലേക്ക് കടന്നു പോകുമ്പോ ചൈനയുടെ അതിർത്തിയിലെത്തിയപ്പോ ചൈനയുടെ രാജാവിന് ഒരു കത്തെഴുതി, നിങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയിട്ടല്ലാതെ ഞങ്ങൾ തിരിച്ചു പോവുകയില്ല. നിങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയിട്ടല്ലാതെ ഞങ്ങൾ തിരിച്ചു പോവില്ല. അന്ന് മുസ്ലിമീങ്ങളുടെ സൈനിക ശക്തിയും അവരുടെ രാഷ്ട്രീയമായ കെട്ടുറപ്പും ലോകത്തുള്ള ഏത് ഭരണാധികാരിയുടെയും പേടി സ്വപ്നമായിരുന്നു. മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് വന്നാൽ പിന്നെ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല എന്ന് അന്നത്തെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ ഈ ഒരു കത്ത് അന്നത്തെ ചൈനയുടെ രാജാവിന് കിട്ടിയപ്പോ ആ രാജാവ് തിരിച്ചൊരു കത്ത് എഴുതിയിട്ട് അത് കൊടുത്തയച്ച ദൂതന്റെ കൈവശം സ്വർണത്തിന്റെ തളികയില് കുറച്ച് മണ്ണ് കൊടുത്തയച്ചു എന്നാണ് ആ കത്തിലുണ്ടായിരുന്നത്. ഖുതൈബ, നിങ്ങൾ പറയുന്നത് ചൈനയുടെ മണ്ണിൽ നിങ്ങൾ കാലുകൊണ്ട് ചവിട്ടുമെന്നല്ലേ? എന്നാൽ നിങ്ങളൊരു യുദ്ധത്തിന് വേണ്ടി കടന്നു വരരുത്. നിങ്ങളോട് എതിരിടാനും പോരാടാനും ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചൈനയുടെ മണ്ണിൽ കാലുകുത്തിയിട്ടേ അടങ്ങൂ എന്ന വാശിയുണ്ടെങ്കിൽ ഇതാ ഈ സ്വർണ്ണ തളികയിലുള്ളത് ചൈനയിലെ മണ്ണാണ്. ഇതിൽ കാലുകുത്തിയിട്ട് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് കത്തെഴുതിയെന്നാണ്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയാൻ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയുടെ അധികാരം അല്ലാഹു നിങ്ങൾക്ക് നൽകും. അത് നൽകിയതിന്റെ ചരിത്രപരമായ തെളിവുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1000 കൊല്ലം പരസ്പരം യുദ്ധം ചെയ്തിട്ടും 1000 കൊല്ലം പരസ്പരം യുദ്ധം ചെയ്തിട്ടും കീഴടക്കാൻ സാധിക്കാതിരുന്ന പേർഷ്യയും റോമും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ
ഈ രണ്ട് രാജ്യങ്ങൾ ലോകത്ത് ഏറ്റവും ശക്തരായ രണ്ട് രാജ്യങ്ങളായിരുന്നു. 1000 കൊല്ലത്തോളം പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ പേർഷ്യക്ക് റോമിനെയോ റോമിന് പേർഷ്യയെയോ കീഴടക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു കാര്യം മുസ്ലിമീങ്ങൾ ചെയ്തത് വെറും 21 കൊല്ലം കൊണ്ടാണ്. 1000 കൊല്ലം ശ്രമിച്ചിട്ടും ആർക്കും സാധിക്കാത്ത കാര്യം മുസ്ലിമീങ്ങൾ ചെയ്തത് വെറും 21 കൊല്ലം കൊണ്ടാണ്. അല്ലാഹു ആ കരാറ് അവിടെ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ സമുദായം മഹാന്മാരായ സ്വഹാബിമാരുടെ മാതൃകകൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും അതിലേക്ക് തങ്ങളുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് തിരിച്ചു നൽകുമെന്നതിന്റെ തെളിവാണ് പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് വളരെ ഇസ്സത്തോടു കൂടി നിലനിർത്തുവാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ആ ഇസ്സത്ത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ സ്വഹാബിമാര് ജീവിച്ചതുപോലെ അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അവന്റെ ഹബീബിനെ പൂർണ്ണമായി ജീവിതത്തിൽ അവിടുത്തെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ഹറാമുകളിലേക്ക് കടന്നു വരാതെ അല്ലാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കാതെ ജീവിക്കുമ്പോൾ മാത്രമാണ് ഈ രൂപത്തിലുള്ള വിജയവും സമാധാനവും അല്ലാഹു നമുക്ക് നൽകുക. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും കഞ്ചാവിന്റെയും അടിമകളായി മാറിയാൽ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന് ഇസ്സത്തുണ്ടാകുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ അന്യപുരുഷന്മാരുടെ പിന്നാലെ കടന്നു പോവുകയും ഒളിച്ചോടി പോവുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കുന്നത്? സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ പെരുമാറ്റമെങ്കിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഉമ്മത്തിന് ഇസ്സത്തുണ്ടാവുക? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, അവസാന കാലഘട്ടമാകുമ്പോൾ യകൂനുൽ മുഅ്മിനു അദല്ല മിനശ്ശാത്തി വൽ ബഈർ. ഒരു ആടിന്റെ വില പോലും ഒരു മുസ്ലിമായ മനുഷ്യന് നൽകപ്പെടാതെ, ഒരൊട്ടകത്തിന്റെ വില പോലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവന് നൽകപ്പെടാത്ത ഒരു കാലമാണ് ഖിയാമത്ത് നാളിനോടടുത്ത അവസാനത്തെ കാലമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. സംഭവിച്ചില്ലേ? അത് സംഭവിക്കുകയല്ലേ നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും? നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്ത് നിന്ന് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ 5 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങൾ രാജാതിരാജനായ റബ്ബിന്റെ പരിശുദ്ധമായ മതം, ഈ പരിശുദ്ധമായ ഇസ്ലാം വിശ്വസിച്ചു എന്നതല്ലാതെ, മുസ്ലിമായി ജനിച്ചു എന്നതല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പാവപ്പെട്ട പിഞ്ചുമക്കളെ പോലും വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും അവരെ നാട്ടിൽ നിന്ന് നാട്ടിയോടിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പശുവിനെ കൊല്ലുന്നതിന്റെ പേരിൽ ഇന്ന് ചാണകത്തിൽ ചവിട്ടിയാൽ പോലും ഒരു മുസ്ലിമായ മനുഷ്യൻ അടിച്ചു കൊല്ലുന്ന സാഹചര്യത്തിലേക്ക്, ഒരാടിന്റെ വില പോലുമില്ലാതെ, ഒരു പശുവിന്റെ ജീവന്റെ വില പോലുമില്ലാതെ മുസ്ലിമായ മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സമയം നിങ്ങൾക്ക് കടന്നു വരാനുണ്ട് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അറേബ്യയിൽ ജീവിച്ചിരുന്ന അറബികൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടക്കമുള്ളവര്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടക്കമുള്ളവർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അടക്കമുള്ളവര്, സ്വഹാബിമാരുടെ ആ സമുദായം ഹബീബായ തങ്ങൾ വരുന്നതിന്റെ മുമ്പ് അവരുടെ അവസ്ഥ എന്തായിരുന്നു? അല്ലേ? അവരിൽ ഭൂരിഭാഗം ആളുകളും തെറ്റുകളിൽ മുഴുകി കുളിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ والذي بعث في الأميين رسولا منهم, ഒരു പ്രവാചകനെ അവരിലേക്ക് അല്ലാഹു നിയോഗിക്കുകയാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവർക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുക്കുകയും വിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിക്കുകയും അവരെ ആത്മീയമായ സംസ്കരണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്നപ്പോൾ ലോകത്തൊരിക്കൽ പോലും അറിയപ്പെടാതിരുന്ന ഒരു സമൂഹം ലോകത്തെ രാജാക്കന്മാരായി, ഭരണാധികാരികളായി, ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഗതി നിർണയിച്ചവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തിപ്പിച്ചെടുക്കുകയാണ്. അതിന്റെ പിന്നിൽ അവർ കാണിച്ച, അവർ കാഴ്ചവെച്ച, അവർ സഹിച്ച ത്യാഗങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പ്രിയപ്പെട്ടവരെ, ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബിമാർ, 70ഓളം വരുന്ന സ്വഹാബിമാർ അവിടെ ഷഹീദായി കിടക്കുകയാണ്.
സ്വഹാബിമാരിങ്ങനെ വന്നിട്ട് ഓരോരുത്തരുടെയും മയ്യത്ത് കഫൻ ചെയ്തുകൊണ്ട് ഖബറടക്കിക്കൊണ്ടിരിക്കുമ്പോ അതിനിടയിലാണ് സുബ്ഹാനല്ലാഹ് ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് കാണുന്നത്. 30 വയസ്സ് പോലും പ്രായമായിട്ടില്ലാത്ത, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രം? എങ്ങനെയാണ്? മക്കയിലെ ഏറ്റവും വലിയ ധനികനായി ജീവിച്ചിരുന്ന മനുഷ്യൻ, പട്ടുകച്ചവടം നടത്തിയിരുന്ന പ്രിയപ്പെട്ട ഉപ്പാന്റെ മകനായി ജനിച്ച, പട്ടുവസ്ത്രമല്ലാതെ ജീവിതത്തിൽ ഒരു വസ്ത്രവും ധരിച്ചിട്ടില്ലാത്ത, പട്ടുവസ്ത്രമല്ലാത്ത ഒരു വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് രാജകുമാരനെ പോലെ പണക്കാരനായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുമായി കടന്നു വന്നപ്പോൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ നബി തങ്ങളുടെ കൂടെ ജീവിച്ചു. അള്ളാന്റെ ഹബീബ് മദീനത്തേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ഞാനും മദീനത്തേക്ക് പോവുകയാണ്. നബി തങ്ങൾ മദീനത്തേക്ക് പോകുമ്പോ ഞാനും പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ട കുടുംബ സ്വത്തിന്റെ വിഹിതമാ ഓഹരി നിങ്ങൾ എനിക്ക് തരണം, ഞാൻ മദീനത്തേക്ക് പോവാണ്. വീട്ടുകാര് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതനുസരിക്കാത്ത നിനക്ക്, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞ നിനക്ക് ഈ വീട്ടിലെ കുടുംബ സ്വത്തിന്റെ ഒരു ഓഹരിയുമില്ല, ഒരു രൂപ പോലും നിനക്ക് ഇവിടെ നിന്ന് കിട്ടാനില്ല. അത് കേട്ടപ്പോ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു തനിക്ക് കിട്ടാനുണ്ടായിരുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്പത്ത് വേണ്ട എന്ന് വെച്ച് മദീനത്തേക്ക് യാത്ര തുടങ്ങുമ്പോൾ മഹാനവർകൾക്ക് ആകെയുണ്ടായിരുന്നത് ആ സമയത്ത് ശരീരത്തിൽ ധരിച്ച വസ്ത്രങ്ങൾ മാത്രമാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് യാത്ര തുടങ്ങുന്നു. 490 കിലോമീറ്റർ ദൂരമല്ലേ, മാസങ്ങളോളം സഞ്ചരിച്ചിട്ട് വേണം മദീനയിൽ എത്തിച്ചേരാൻ. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു യാത്ര തുടങ്ങുകയാണ്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ആ മഹാനുഭാവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രം പിഞ്ഞിക്കീറാൻ തുടങ്ങി, പല സ്ഥലങ്ങളിലും കീറി തുടങ്ങി. അവസാനം ആ വസ്ത്രം ഇനി ഒരിക്കൽ പോലും ധരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാട്ടിൻ പറ്റത്തിന്റെ ഇടയൻ, ഒരാട്ടിടയന്റെ അടുത്ത് ചെന്ന് അറുക്കപ്പെട്ട ഒരാടിന്റെ തോല് ആ മനുഷ്യനിൽ നിന്ന് ചോദിച്ചു വാങ്ങി ആട്ടിൻ തോൽ അണിഞ്ഞുകൊണ്ട് മദീനത്തേക്ക് കടന്നു വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബിമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഉൻദുറൂ ഇലാ ഹാദാ, നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ ഒന്ന് നോക്ക്. ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ പരിശുദ്ധമായ ഇസ്ലാം വരുത്തിയ മാറ്റം നിങ്ങൾ കാണുന്നില്ലേ? പട്ടുവസ്ത്രമല്ലാത്ത ഒരു വസ്ത്രം പോലും ധരിച്ചിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാതെ ആടിന്റെ തോലണിഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരേണ്ടി വന്നത് വിശുദ്ധമായ ദീനിൽ വിശ്വസിക്കേണ്ടി വന്നതിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്വർഗസ്ഥനായ ചെറുപ്പക്കാരനെ കാണണമെങ്കിൽ ഫൽയൻദുർ ഇലാ ഹാദാ, ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടുകൊള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഉഹദ് യുദ്ധം ആരംഭിക്കുകയാണ്. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമായിരുന്നു. അവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ല, അവിടുത്തെ സാഹചര്യങ്ങൾ പിടിക്കുന്നില്ല. പല ആളുകൾക്കും വലിയ വലിയ രോഗങ്ങൾ പിടിപെടാൻ തുടങ്ങി. എന്നാൽ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയപ്പോ ഞങ്ങൾ മദീനത്തെ അവസ്ഥയുമായി പൊരുത്തപ്പെട്ടു, അവിടുത്തെ കാലാവസ്ഥയുമായി സമരസപ്പെട്ടു. ഞങ്ങൾക്ക് പിന്നെ രോഗങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മുസ്അബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മദീനത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. കാരണം എന്തേ? പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഒരു രാത്രിയിൽ പച്ച മണ്ണിൽ കിടന്നുറങ്ങിയാൽ എങ്ങനെയാണ് ആ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ സാധിക്കുക? കീറച്ചാക്കുകളിലും ആട്ടിൻ തോലുകളും അണിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ജീവിക്കേണ്ടി വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ പ്രയാസം കണ്ടുകൊണ്ട് ഞങ്ങൾ പോലും വിഷമിച്ചു പോയിട്ടുണ്ട്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വളരെ ലോലമായ തൊലിയുള്ള ആ ശരീരത്തിന്റെ തൊലിയെല്ലാം പൊട്ടാൻ തുടങ്ങുകയാണ്.
കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ചെറുപ്പക്കാരനെ ഞങ്ങൾ കൈകൊണ്ട് താങ്ങിയെടുത്താൽ കൈ പിടിച്ച ഭാഗത്തുള്ള തൊലി പാമ്പിന്റെ തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് തൊലി ഉരിഞ്ഞു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അത്രയും വലിയ പ്രയാസമാണ് മദീനത്ത് അനുഭവിച്ചത്. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞപ്പോ ഉഹദ് യുദ്ധം തുടങ്ങി. ഉഹദ് യുദ്ധം നടന്നു. ആ ഉഹദ് യുദ്ധത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദാവുകയും ചെയ്തു. വളരെ കുറഞ്ഞ കാലമാണ് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്, അല്ലെങ്കിൽ അവസരം കിട്ടിയത്. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കണ്ടപ്പോൾ സ്വഹാബിമാര് കഫൻ ചെയ്തുകൊണ്ട് ഖബറടക്കാൻ ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, താൻ ധരിച്ച വസ്ത്രം അത് തന്റെ ശരീരത്തെ ഒന്ന് മുഴുവനായി മൂടാൻ പോലും വലിപ്പമില്ലാത്ത വസ്ത്രമായിരുന്നു. അങ്ങനെ കാല് മറക്കുമ്പോ തലമറയുന്നില്ല, തലമറക്കുമ്പോ കാല് മറയുന്നില്ല. അവസാനം അവിടെ നിന്ന് പുല്ലുകൾ പറിച്ചു കൊണ്ടുവന്ന് ശരീരത്തിന്റെ ഭാഗങ്ങൾ മറച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ ഖബറടക്കിയത്. എത്രയോ പട്ടുവസ്ത്രങ്ങൾ ജീവിതത്തിൽ ധരിക്കാനുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവസാനം മദീനയിൽ വന്ന് വിശുദ്ധമായ ദീനിനു വേണ്ടി ജീവൻ വെടിഞ്ഞപ്പോൾ ഒന്ന് കഫൻ ചെയ്യാൻ പോലുമുള്ള വസ്ത്രമുണ്ടായിരുന്നില്ല എന്ന് ചരിത്രം നമ്മോട് പഠിപ്പിക്കുകയാണ്. അവരൊക്കെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് അമലുകൾ കാണിച്ചുകൊണ്ടാണ് നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ സാധിക്കുക? ആ മഹാരഥന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതേ ദ്വാരക്കാൻ പറ്റൂ. ഈ വലിയ വലിയ സൽക്കർമ്മങ്ങൾ അള്ളാന്റെ മുമ്പിൽ കാണിച്ചവർ സ്വർഗത്തേക്ക് പോകുമ്പോ എന്ത് കാണിച്ചു കൊടുക്കും നമ്മൾ അള്ളാന്റെ മുമ്പിൽ? ആനായ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ഇതുപോലെ മറ്റൊരു മഹാത്യാഗത്തിന്റെ മാതൃകയാണ്. ആ മഹാനുഭാവന് ബദർ യുദ്ധത്തിന് പോവാൻ കഴിഞ്ഞിരുന്നില്ല. എന്തോ തടസ്സങ്ങൾ കാരണത്താൽ അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിലെത്താൻ പറ്റിയില്ല. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞ് സ്വഹാബിമാരെല്ലാം മദീനത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിന്റെ പോരിശയെ കുറിച്ച്, ആ ബദറിൽ യുദ്ധം ചെയ്ത മഹാന്മാരായ സ്വഹാബിമാരുടെ മഹത്വത്തെ കുറിച്ച് അല്ലാഹുവും അവന്റെ പ്രവാചകനും ഇങ്ങനെ വിശദീകരിക്കുന്നത് കണ്ടപ്പോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ വളരെ വിഷമം തോന്നി. അദ്ദേഹം തീരുമാനിച്ചു, റബ്ബേ, ഇനിയെങ്ങാനും വിശുദ്ധമായ ദീനിന് വേണ്ടി ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അല്ലാഹുവേ, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ യുദ്ധത്തിന് വേണ്ടി സമർപ്പിക്കുമല്ലാ. നമ്മൾ ചിന്തിക്കുക, ഈ കാലഘട്ടത്തിൽ നമുക്ക് യുദ്ധമില്ല. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്നറിയോ? 5 വക്ത് നിസ്കാരം നേരാവണ്ണം നിർവഹിച്ചാൽ അത് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ജിഹാദാണ്. 5 വക്ത് നമസ്കാരം അതായി ഇമാമോട് കൂടി നിസ്കരിച്ചാൽ അള്ളാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ, നമുക്ക് അതിനുള്ള തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. അതിലപ്പുറം ഒരു ജിഹാദ് നമ്മൾ ഈ കാലത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ 5 വക്ത് നിസ്കാരവും അതിന്റെ റവാത്തിബ് നിർവഹിച്ചാൽ അവനാണ് ഈ കാലത്തെ വലിയ ഔലിയാന്ന് നമ്മുടെ പല ഉസ്താദുമാരും പറയാറുണ്ട്. ആ രീതിയിലേക്ക് മനുഷ്യന്റെ ഈമാൻ അതപ്പതിച്ച് ഈമാന്റെ മാറ്റു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു മനസ്സിലൊരു തീരുമാനമെടുത്തു, അല്ലാഹുവേ, ഇനിയെങ്ങാനും ഒരു യുദ്ധം എനിക്കൊരു അവസരം കിട്ടിയാൽ നിന്റെ ദീനിനു വേണ്ടി ഞാൻ പരമാവധി ത്യാഗങ്ങൾ സമർപ്പിക്കും റബ്ബേ. അങ്ങനെയാണ് പിറ്റേ വർഷം ഉഹദ് യുദ്ധമുണ്ടായത്. ബദറിലേറ്റ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ മുശ്രിക്കീങ്ങൾ ഉഹദിലേക്ക് വന്നിരിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു യുദ്ധമുഖത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? മുന്നിൽ ശത്രുക്കളുടെ വലിയ നീണ്ട നിരയാണ്. അവിടെ ചെന്നാൽ മരണവും നാശവും ഉറപ്പാണ്. അങ്ങനെ മരണത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടുകയാണോ എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു തടഞ്ഞപ്പോ തന്റെ നേതാവായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ഭാഗത്തേക്ക് തട്ടിമാറ്റി അനസ് റളിയല്ലാഹു അൻഹു അവിടെ പറയുകയാണ്, ഇലൈക അന്നി യാ സഅദു, സഅദേ, ഒന്ന് മാറി നിൽക്കണം സഅദേ, ഫഇന്നി ലാ അജിദു റിഹൽ ജന്ന. ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
സ്വർഗത്തിന്റെ സുഗന്ധമാണ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്ക്. തന്റെ നേതാവിനോടാ പറയുന്നത്. അങ്ങനെ യുദ്ധമുഖത്തേക്ക് കുതിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ ശത്രു സമൂഹം വളഞ്ഞു പിടിക്കുകയാണ്. തുരുതുരാ ശരീരത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ച് അവസാനം ആ മഹാനുഭാവൻ ഉഹുദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് മരണപ്പെടുമ്പോൾ ശരീരത്തിൽ 80-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ മഹാനുഭാവൻ വീണപ്പോഴും ശത്രുക്കളുടെ കലിയടങ്ങിയില്ല. അവരാ മഹാനായ സ്വഹാബിയുടെ ശരീരം മുഴുവനും വെട്ടി വെട്ടി വികൃതമാക്കുകയാണ്. കണ്ണ് ചൂഴ്ന്നെടുത്ത്, മൂക്ക് മുറിച്ചെടുത്ത്, ചെവി എരിഞ്ഞെടുത്ത്, നാക്ക് പിഴുതെടുത്ത് ആ മഹാനുഭാവന്റെ മുഖം പോലും വികൃതമാക്കുകയാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞപ്പോൾ സ്വഹാബിമാരെല്ലാം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഷഹീദായി കിടക്കുന്ന സ്വഹാബിമാരുടെ മയ്യത്ത് ഖബറടക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുകയാണ്. പക്ഷേ ആ മനുഷ്യൻ ആരെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുഖമാകെ വികൃതമായി കിടക്കുകയാണ്. അവസാനം ആളുകൾ ഓരോരുത്തരായി വന്ന് പരിശോധിക്കാൻ തുടങ്ങി. ആരാണിത്? അവസാനം ഒരു പെണ്ണ് വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരൻ അനസ് തന്നെയാണ്. എങ്ങനെയാ തിരിച്ചറിഞ്ഞതെന്നറിയോ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിരല് കണ്ടപ്പോ തന്റെ സഹോദരിക്ക് തിരിച്ചറിയാൻ പറ്റി. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ഒരാളെ തിരിച്ചറിഞ്ഞത് വിരല് കൊണ്ടാണ്. തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ആ മുഖം ആളുകൾ, ശത്രുക്കൾ വന്നുകൊണ്ട് വികൃതമായ കാഴ്ചയാണ് സ്വഹാബിമാര് കാണുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മഹാന്മാരായ ഹദീസിന്റെ റാവികൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഇറക്കിയ ഈ ആയത്ത്, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. അല്ലാഹുവിനോട് നടത്തിയ കരാർ ജീവിതത്തിൽ പാലിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങൾ, പുരുഷത്വമുള്ള ആൺകുട്ടികൾ നിങ്ങൾക്കിടയിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ കാര്യമായ രീതിയിലുള്ള സംഭാവന, കാര്യമായൊരു സ്വതഖ നിങ്ങൾ ഈ പരിശുദ്ധമായ പരിപാടിയിലേക്ക് നിങ്ങൾ ചെയ്യണം. ഒരുപാട് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റിഫായി റാത്തീബാണ്. ഈ മജ്ലിസിലേക്ക് നിങ്ങൾ സ്വതഖ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖ് റിഫായി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ കബൂലാക്കട്ടെ. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ജീവനേക്കാളേറെ, തന്റെ ജീവിതത്തിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളെക്കാളേറെ അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു പെണ്ണിന്റെ ചരിത്രവും ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് അരങ്ങേറിയിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞപ്പോ സ്വാഭാവികമാണല്ലോ, യുദ്ധം കഴിഞ്ഞാ പിന്നെ ഒരു ഭീതിയുടെ അവസ്ഥയാണ്. ആരൊക്കെയാ കൊല്ലപ്പെട്ടെന്നറിയില്ല, ആരൊക്കെയാ പരിക്കേറ്റെന്നറിയില്ല. ആളുകൾ ഇങ്ങനെ യുദ്ധക്കളത്തിലൂടെ ആളുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഷഹീദായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോ ആ കൂട്ടത്തില് ബനൂ ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണുമുണ്ട്. ആ പെണ്ണിനെ കാണുമ്പോൾ സ്വഹാബിമാർക്ക് മനസ്സിൽ വളരെ വിഷമം തോന്നുകയാണ്. കാരണം എന്തേ? ആ സഹോദരിയുടെ ബാപ്പയും ഭർത്താവും സഹോദരനുമായ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. കുടുംബത്തിലെ ഉപ്പയും സഹോദരനും ഭർത്താവും ഷഹീദായിട്ടുണ്ട്. അപ്പോ ഈ വിഷയം എങ്ങനെയാണ് ഈ പെണ്ണിനോട് പറയാ? സ്വഹാബിമാര് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കൂട്ടം ആളുകൾ ചെന്നുകൊണ്ട് ആ പെണ്ണിനോട് പറഞ്ഞു, അല്ലയോ സഹോദരി, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ പെണ്ണിന് ഒരു കൂസലുമില്ല, ഒരു മാറ്റവും വന്നില്ല. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആ സഹോദരി പിന്നെയും ആരെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കൂട്ടം സ്വഹാബിമാര് ചെന്നിട്ട് പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോഴും ആ പെണ്ണിന് ഒരു കുലുക്കവുമില്ല. അവര് പിന്നെയും ആരെയോ തെരഞ്ഞ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കൂട്ടം സ്വഹാബിമാര് ചെന്നുകൊണ്ട് പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴും ഒരു പ്രശ്നവുമില്ല ഈ പെണ്ണിന്. അവസാനം തെരഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ആ സഹോദരി പറയുകയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്.
നബിയേ നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവും എന്റെ പിതാവും എന്റെ സഹോദരനും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്ക് വിഷയമില്ല യാ റസൂലല്ലാഹ്, എനിക്ക് ടെൻഷനില്ല, എനിക്ക് വിഷമമില്ല. നബിയേ, അങ്ങേക്ക് ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞാൽ എനിക്ക് സമാധാനമായി യാ റസൂലല്ലാഹ്. എന്റെ ആര് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല നബിയെ, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, എനിക്ക് സമാധാനമായി. അള്ളാന്റെ ഹബീബിനോട് ഒരു സഹോദരിയുടെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹമായിരുന്നു അത്. ആ സ്നേഹത്തിന്റെ ദിവ്യമായ പ്രവാചക പ്രേമത്തിന്റെ അനശ്വരമായ ഒരുപാട് അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടാണ് മഹാരഥന്മാരായ സ്വഹാബിമാര് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയത്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വളരെ വിഷമത്തിൽ ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ വന്നിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചുവല്ലയോ സൗബാൻ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്? സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാനിങ്ങനെ ചിന്തിച്ചു പോയതാണ്. നബിയേ, അങ്ങയുടെ മുഖം കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. വീട്ടിലേക്ക് ചെന്നാൽ എന്റെ മനസ്സ് പറയുന്നത് മദീനത്തെ പള്ളിയിൽ വന്ന് അങ്ങയുടെ മജ്‌ലിസിലിരിക്കാനാണ്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനാണ്. അങ്ങനെ വീട്ടിൽ പോയാൽ പോലും ഞാൻ വളരെ പെട്ടെന്ന് മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചു വരാറുണ്ട്. ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ മുഖം കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു പോയതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞാൽ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ, നാളെ പടച്ചവന്റെ മുമ്പിലെത്തിയാൽ അങ്ങ് സ്വർഗത്തിലെ എത്രയോ ഉന്നതങ്ങളിലായിരിക്കും. ഈ പാവപ്പെട്ടവൻ സ്വർഗത്തിലാണോ എന്ന് പോലും സംശയമാണല്ലോ. ഇനി അഥവാ സ്വർഗത്തിലെത്തിയാൽ തന്നെ അങ്ങ് എത്രയോ ദറജകളുടെ മുകളിലിരിക്കുന്ന അങ്ങയെ എങ്ങനെയാണ് ഞാൻ കാണുന്നത് യാ റസൂലല്ലാഹ്? എന്റെ വിഷമം അതാണ്. നാളെ ആഖിറത്തിൽ വെച്ച് എങ്ങനെയാണ് നബിയെ ഞാൻ അങ്ങയെ കാണുക, എവിടെയാണ് ഞാൻ കാണുക? ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നബി തങ്ങൾ ആ സ്വഹാബിക്ക് ഓതി കൊടുത്തത്. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചാൽ അവർ അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ കൂടെയാണ്. ആരാണ് അല്ലാഹു നിഅമത്ത് ചെയ്തവര്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ മഹാരഥന്മാരായ പ്രവാചകന്മാര്, അതുപോലെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അവരെ കാണാനുമുള്ള വലിയ ഭാഗ്യം അവർക്ക് അല്ലാഹു നൽകുന്നതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം അതാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള വിഷമം, നബിയെ, അങ്ങ് സ്വർഗത്തിൽ എത്രയോ മുകളിൽ, ഞാൻ സ്വർഗത്തിലാണോ എന്ന് പോലും അറിയില്ല, അങ്ങയെ കാണാതെ എനിക്ക് നിൽക്കാനും വയ്യ, അതുകൊണ്ട് എന്ത് പരിഹാരമുണ്ട് നബിയെ? അപ്പോഴാണ് ഖുർആൻ ഈ കാര്യം പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ച് സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നത്. ശത്രുക്കൾ വളഞ്ഞിട്ടിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വീട് വളഞ്ഞു വെച്ച് തടങ്കലിലാക്കിയിരിക്കുകയാണ്. കൊല്ലാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ ഉസ്മാൻ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നത്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളോട് പറഞ്ഞു, അല്ലയോ സഹോദരാ, ഇന്നലെ രാത്രിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ വീട്ടിൽ കടന്നു വരികയുണ്ടായി. സ്വപ്നത്തിലല്ല, യാഥാർത്ഥ്യത്തിലാണ്, ഉണർച്ചയിലാണ്. യാഥാർത്ഥ്യത്തിൽ നബി തങ്ങൾ വന്നു. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി തങ്ങൾ എന്റെ വീട്ടിൽ വന്നു ഇന്നലെ. എന്നിട്ട് ഹബീബായ തങ്ങൾ എന്റെ മുമ്പിൽ വന്നുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കുകയാണ്. യാ ഉസ്മാൻ, അത്വശൂക യാ ഉസ്മാൻ, ഉസ്മാൻ എന്നവരെ നിങ്ങളെ ശത്രുക്കൾ വെള്ളം പോലും തരാതെ തടഞ്ഞു വെച്ചോ? നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും തരാതെ നിങ്ങളെ ദാഹിപ്പിച്ചുവോ? ഒരു ബാപ്പയോട് പരാതി പറയുന്ന ചെറിയ കുഞ്ഞിനെ പോലെ
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പരാതി പറയുകയാണ്. ബലാ യാ റസൂലല്ലാഹ്, നബിയെ, പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ നടപ്പിലാക്കിയതിന്റെ പേരിൽ ഈ ദീനിന്റെ ശത്രുക്കൾ എന്നെ തടഞ്ഞു വെച്ചു നബിയെ. അവരെനിക്ക് കുടിക്കാൻ പോലും വെള്ളം തരാതെ എന്നെ പ്രയാസപ്പെടുത്തി യാ റസൂലല്ലാഹ്. ഈ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയ്യിൽ നിന്നൊരു വെള്ളത്തിന്റെ പാത്രം നീട്ടുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ ആ വെള്ളം കുടിച്ചോ. ഞാൻ ആ വെള്ളം വാങ്ങി കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു തണുത്ത വെള്ളമാണത്, എന്തൊരു സ്വാദിഷ്ടമായ വെള്ളമാണത്. ആ വെള്ളത്തിന്റെ തണുപ്പ് എന്റെ വയറ്റിൽ ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണ്. പിറ്റേ ദിവസമാണ് ഈ സംഭവം പറയുന്നത്. ഇന്നലെ രാത്രി ഹബീബായ തങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്ന ആ വെള്ളത്തിന്റെ മാധുര്യവും അതിന്റെ തണുപ്പും അതിന്റെ ശീതളിമയും ഇപ്പോഴും ഞാൻ എന്റെ വയറ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം കുടിച്ചു, സമാധാനമായി. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ഉസ്മാൻ, നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം, അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്നാമത്തത്, ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, അപ്പൊ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തും. അങ്ങനെ ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ രാജാവായി ഖലീഫയായി ജീവിക്കാം. ഒന്നാമത്തെ കാര്യം അതാണ്. അല്ലെങ്കിൽ രണ്ടാമത്തത്, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, നാളത്തെ നിങ്ങളുടെ സുന്നത്ത് നോമ്പ് നിങ്ങൾ തുറക്കുന്നത് എന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ വെച്ചാണ്. ഇതിൽ രണ്ടിൽ ഏത് വേണം? ഒന്നാമത്തത്, നിങ്ങൾ ജയിക്കും, ശത്രുക്കൾ തോൽക്കും, അങ്ങനെ ഒരുപാട് കാലം നിങ്ങൾക്ക് രാജാവായി തുടരാം. രണ്ടാമത്തത്, നാളെ നിങ്ങൾ നോമ്പ് തുറക്കുന്നത് സ്വർഗത്തിൽ എന്റെ അടുത്ത് വെച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ശത്രുക്കൾ നിങ്ങളെ കൊലപ്പെടുത്താൻ പോവാണ്. ഇതിലേത് വേണം? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് രണ്ടാമത്തത് മതി നബിയേ, രണ്ടാമത്തത് മതി നബിയേ. സ്വർഗ്ഗത്തിലെ അങ്ങയുടെ സന്നിധിയിൽ വെച്ച് നാളത്തെ എന്റെ സുന്നത്ത് നോമ്പ് തുറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് യാ റസൂലല്ലാഹ്. പിറ്റേ ദിവസം മഗ്രിബോടടുത്ത സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ വിശുദ്ധ ഖുർആനിലെ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന് പറയുന്ന ഭാഗമെത്തിയപ്പോൾ ശത്രുക്കൾ വീട്ടിലേക്ക് ഇരച്ചു കയറുകയാണ്. ആ മഹാനുഭാവനെ വളരെ ക്രൂരമായി തുറന്നു വെച്ച മുസഹഫിന്റെ മുമ്പിൽ വെച്ച് വളരെ ക്രൂരമായി കഴുത്തറുക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്നുള്ള ചുടുചോര വിശുദ്ധ ഖുർആനിലെ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ ആയത്തിലേക്ക് തെറിച്ചു വീണു എന്ന് ചരിത്രത്തിൽ കാണാം. നോമ്പുകാരനായി ആ മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞ് മരിക്കുന്നതിന്റെ മുമ്പ് തലേ ദിവസം നബിതങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ഏത് വേണം? ഒന്നുകിൽ നാളെ മരിക്കും, നാളെ മരിച്ചാൽ നിങ്ങൾക്ക് എന്റെ അടുത്ത് സ്വർഗത്തിൽ വന്ന് നോമ്പ് തുറക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാലം ദുനിയാവിൽ ജീവിക്കാം. ഏത് വേണമെന്ന് ചോദിക്കുമ്പോ ആ മഹാനുഭാവൻ അവിടെ മറുപടി പറഞ്ഞത്, നബിയെ, ഞാൻ അങ്ങയുടെ സാമീപ്യമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്താവാൻ കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഭാര്യ അടുത്തു വന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, വാ ഹുസ്നാ വാ ഹുസ്നാ വാ ഹുസ്നാ. എന്തൊരു വിഷമമാണിന്ന്, എന്തൊരു പ്രയാസമാണിന്ന്, എന്തൊരു ബേജാറാണിന്ന്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയുകയാണല്ലോ എന്നോർത്തിട്ട് എനിക്ക് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയുടെ അടുക്കൽ വന്നുകൊണ്ട് ഭാര്യ വിലപിക്കുകയാണ്. ഭാര്യയുടെ കരച്ചിൽ കേട്ടപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ തഖൂലി ഹകദാ, പെണ്ണെ, ഒരിക്കലും അങ്ങനെ പറയല്ലേ, ദുഃഖം എന്ന് പറയല്ലേ. നീ പറയേണ്ടത് വാ ത്വറബാ വാ ത്വറബാ വാ ത്വറബാ. ഇന്നെന്തോ ഒരു സമാധാനമാണ്, എന്തോ ഒരു സന്തോഷമാണ്. ഞാൻ മരിക്കാൻ പോകുന്ന ദിവസമാണല്ലോ ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയത്. എന്റെ മഹാനവറുകൾക്ക് സന്തോഷം ഉണ്ടായത്. ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനും മരിക്കുകയാണെന്നറിഞ്ഞാ പേടിക്കുകയില്ലേ? പേടിയല്ലേ മരണമെന്നത്? എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മരണമെന്നത് സന്തോഷമാണ്, സമാധാനമാണ്, രക്ഷയാണ്.
എന്തുകൊണ്ട്? അതിന്റെ കാരണവും അദ്ദേഹം തന്നെ പറയുകയാണ്. ഞാൻ മരിച്ചു ചെന്നാൽ ഹബീബായ തങ്ങളെ എനിക്ക് കാണാമല്ലോ, അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാരെ കാണാമല്ലോ, മുഅ്മിനീങ്ങളെ കാണാമല്ലോ. സ്വർഗത്തില് അവരൊരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് സന്തോഷിക്കാനുള്ള വലിയ അവസരം എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ മരിക്കണമല്ലോ. അതുകൊണ്ട് മരിക്കുന്ന ഈ ദിവസം എനിക്ക് സ്വർഗത്തിലേക്ക് പോവാനുള്ള യാത്രയുടെ തുടക്കമാണ്. അതുകൊണ്ട് മരണമെന്ന ഈ ഒരു അനുഭവം, മരിക്കുന്ന ഈ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണെന്ന് മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചാല് ഒരു മനുഷ്യന്റെ മരണസമയത്ത് അയാൾക്കുണ്ടാകുന്ന സവിശേഷതയാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക. സന്തോഷിച്ചിട്ടാ മരിക്കുന്നത്. കാരണം എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു നാളെ മരിക്കണമെന്ന് ചോദിച്ചപ്പോ വേണമെന്ന് ചോദിച്ചു വാങ്ങുകയാണ്. കാരണം ഹബീബായ തങ്ങളാണ് കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ എല്ലാവരും നല്ല ഇഖ്ലാസിൽ ഒന്ന് ഏറ്റുചൊല്ലണം. സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി. അൽഹംദുലില്ലാഹ്, നല്ല ശബ്ദം. തവസ്സൽനാ ബിസ്മില്ലാഹി വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്, സ്വലാത്തുല്ലാഹ് حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله، صلاة الله. അല്ലാഹു നമ്മുടെ പരിശുദ്ധമായ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മഹദിയായ ഖൻസാ ബീബി റളിയല്ലാഹു അൻഹാ ഒരു സ്വഹാബി വനിതയാണ്. മാത്രമല്ല നല്ല കവിതകൾ പാടിയിരുന്ന ഒരു പെണ്ണായിരുന്നു എന്നാണ്. അവരുടെ കവിതകൾ ഇന്നും അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്നായിട്ടാണ് എണ്ണപ്പെടുന്നത്. ആ മഹദി പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ, ഹബീബായ തങ്ങളെ വിശ്വസിച്ചപ്പോൾ പിന്നെ ഒരിക്കൽ പോലും കവിത പാടിയില്ല എന്നുള്ളതാണ് ചരിത്രം പറഞ്ഞത്. ഒരു പെണ്ണ്, ഒരു സഹോദരി, ഒരു മുസ്ലിമത്തായ സഹോദരി ഏത് രീതിയിലാണ് അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ലജ്ജയോടുകൂടി ജീവിക്കേണ്ടത്, ആ പരിപൂർണമായ മാതൃകയോടുകൂടി ജീവിതം നയിച്ച ഒരു മാതൃകാ സ്വഹാബി വനിതയായി ഖൻസാ ബീബി റളിയല്ലാഹു അൻഹാ മാറുകയാണ്. അങ്ങനെ ഹബീബായ തങ്ങളുടെ കാലം കഴിഞ്ഞു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് റോമൻ സാമ്രാജ്യത്തിന്റെ അടിക്കല്ലിളക്കിയ യർമൂക്ക് യുദ്ധം നടന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു അത്. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ത്യാഗോജ്വലമായ യുദ്ധവിജയങ്ങൾ സമ്മാനിച്ച ഒരു യുദ്ധമായിരുന്നു യർമൂക്ക് യുദ്ധം. ആ യർമൂക്ക് യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ കടന്നു പോവുകയാണ്, ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി. ആ കൂട്ടത്തിലുണ്ട് മഹദിയായ ഖൻസാ റളിയല്ലാഹു അൻഹാ. അവരൊക്കെ കാണിച്ച ത്യാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. നമ്മൾ ഒന്നുമല്ല. ഈ ദീനിന് വേണ്ടി, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പതുക്കെ തിരിച്ചറിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പൊരുത്തം കൊണ്ട് നമ്മൾ വിജയിപ്പിക്കട്ടെ. അങ്ങനെ ഖൻസാ ബീവി പോകുന്നുണ്ട് യുദ്ധത്തിന്. ഒറ്റക്കല്ല പോകുന്നത്, തന്റെ എല്ലാത്തിനും പോകുന്ന 4 മക്കളെ കൂട്ടിയിട്ടാണ്. ചെറുപ്പക്കാരായ 4 മക്കളെ
ഈ 4 മക്കളെയും കൊണ്ടാണ് ഉമ്മ യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. എന്തിനു വേണ്ടി? യുദ്ധത്തിൽ സുരക്ഷിതരായി തിരിച്ചു വരാനല്ല, ഈ 4 മക്കളെയും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ. അള്ളാഹുവിന് വേണ്ടി എന്തു കൊടുത്തുവോ അവർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. യുദ്ധം ആരംഭിക്കുമ്പോൾ 1-ാമത്തെ ദിവസം ഉമ്മ മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മക്കളെ, നിങ്ങളെ ഞാൻ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത് സുരക്ഷിതരായി തിരിച്ചു പോവാനല്ല, ഈ യുദ്ധക്കളത്തിൽ കിടന്നുകൊണ്ട് ഷഹീദാവാനാണ്. അള്ളാഹു എനിക്ക് നിങ്ങളെ തന്നത് അവന്റെ അനുഗ്രഹമാണല്ലോ, അതുകൊണ്ട് നിങ്ങളെ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. 1-ാമത്തെ ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോ 4 മക്കൾക്കും ഒന്നും സംഭവിച്ചില്ല. അവർ ഉമ്മയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നു. 4 മക്കളിൽ ഒരാൾ പോലും ഷഹീദായില്ല എന്നറിഞ്ഞപ്പോ ഉമ്മ സമാധാനിക്കുകയല്ല ചെയ്തത്, സന്തോഷിക്കുകയല്ല ചെയ്തത്, ദുഃഖിക്കുകയാണ്. പടച്ചവനെ, ഇന്നേ ദിവസം ഒരൊറ്റ മകനെ പോലും നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. പിറ്റേ ദിവസം യുദ്ധത്തിന് പോകുമ്പോ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇന്നേ ദിവസം നിങ്ങൾ യുദ്ധത്തിൽ പരമാവധി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതുക. ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരണമെന്ന് ഈ ഉമ്മാക്ക് ആഗ്രഹമില്ല. പക്ഷേ 2-ാമത്തെ ദിവസവും അവർ സുരക്ഷിതരായി തിരിച്ചു വന്നപ്പോ ഉമ്മ സങ്കടപ്പെടുകയാണ്. 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം വളരെ ശക്തമായ കൊടുമ്പിരി കൊണ്ട യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിനിടയിൽ ഖൻസാ ബീവി റളിയല്ലാഹു അൻഹായുടെ 4 മക്കളും അവിടെ കൊല ചെയ്യപ്പെടുകയാണ്. ഒരൊറ്റ ദിവസം ഒരേ സമയത്ത് വെച്ച് ഒരേ സ്ഥലത്ത് വെച്ച് ഒരു ഉമ്മാന്റെ 4 മക്കൾ കൊല്ലപ്പെട്ടാൽ ഏത് ഉമ്മാക്കാണ് പ്രിയപ്പെട്ടവരെ അത് സഹിക്കാൻ കഴിയുക? പക്ഷേ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഖൻസാ റളിയല്ലാഹു അൻഹാ പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, പടച്ചവനെ, നീ എനിക്ക് 4 മക്കളെ തന്നുവല്ലോ റബ്ബേ. ആ 4 മക്കളെ നിനക്ക് വേണ്ടി തിരിച്ചു തരാൻ, നിന്റെ മാർഗത്തിൽ സമർപ്പിക്കുവാൻ, നിനക്ക് വേണ്ടി അവരെ എല്ലാം നിന്റെ മാർഗത്തിലേക്ക് അവരെ ബലി കഴിക്കുവാൻ എനിക്ക് നീ അവസരം തന്നുവല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഒരു ഉമ്മാന്റെ മനസ്സാണത്. കുട്ടികൾക്കൊരു ചെറിയ അപകടം സംഭവിച്ചാൽ ഉമ്മാന്റെ മനസ്സ് പിടക്കൂലേ? അതുപോലത്തെ ഒരു ഉമ്മയായിരുന്നു ഖൻസാ ബീവി. 4 മക്കളാണ്. ഒരേ ദിവസം ഒരേ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണുമ്പോ ആ ഉമ്മ പതറിയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ, എന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം എന്നെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നമ്മൾ ചിന്തിക്കുക, ഒരു ഉമ്മാന്റെ ഈമാൻ, ഒരു സ്വഹാബി വനിതയുടെ ഈമാനാണത്. ഒരു സ്വഹാബി വനിതയുടെ ഈമാനാണ്. അള്ളാഹുവിന് വേണ്ടി കൊടുത്തതാണത്. തന്റെ മക്കളെയാണ് കൊടുത്തത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതുപോലെ നമുക്കുമുണ്ടല്ലോ മക്കള്. അവരെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞേക്കേണ്ട സാഹചര്യമെന്നില്ല, എങ്കിലും അവർ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല മക്കളായി അവരെ വളർത്തുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് രക്ഷിതാക്കളാണ് നമ്മൾ? പിന്നെ ബാപ്പ എന്ന് പറഞ്ഞ് നടക്കാൻ, ഉമ്മ എന്ന് പറഞ്ഞ് നടക്കാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? നമുക്ക് 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കളെയും പരിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും ഖൻസാ ബീവി ചെയ്ത പോലെ 4 മക്കളുടെയും ജീവൻ വിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതിലെ ഒരു മകനെയെങ്കിലും വിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്കെന്തേ സാധിക്കാതെ പോകുന്നു? 4 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയെങ്കിലും നമ്മൾ ദീന് പഠിപ്പിക്കുക, ദീനിന് വേണ്ടി അവനെ സമർപ്പിക്കുക. എങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ ഒരൊറ്റ മകൻ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണ്ടയോ? 4 മക്കളുണ്ട് അല്ലെങ്കിൽ 5 മക്കളുണ്ട്. ആ 5 മക്കളിൽ 4 ആളെയും നല്ല നല്ല കോഴ്സുകളിലേക്ക് നമ്മൾ പറഞ്ഞയച്ചു എന്നിരിക്കുക. ഡോക്ടർമാരാവാനും എഞ്ചിനീയർമാരാവാനും വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയച്ചു. എങ്കിൽ അതിൽ ഒരു മകനെ നമ്മൾ വിശുദ്ധമായ ദീന് പഠിപ്പിക്കാൻ, അള്ളാന്റെ മാർഗത്തിൽ അവനെ നമ്മൾ സമർപ്പിച്ചാൽ നാട്ടിലേക്കും വീട്ടിലേക്കും വേണ്ടപ്പെട്ടവനായി, മാതാപിതാക്കൾക്ക് അഭിമാനമായി, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ വരദാനമായി, വലിയ സമ്പാദ്യമായി അവൻ മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഹിദായത്തും ഇൽമും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ മജ്ലിസിലിരിക്കുന്ന രക്ഷിതാക്കളിൽ ഓരോരുത്തരും ഒരു മകനെയെങ്കിലും വിശുദ്ധമായ ദീനെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് തരട്ടെ. അത് വലിയ ഭാഗ്യമാണ്. നാളെ ആഖിറത്തില് ഒരു മനുഷ്യനെ അള്ളാഹ് സ്വർഗത്തിൽ കടത്തിയിട്ട് അയാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അയാൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും.
അയാൾ അള്ളാഹിനോട് ചോദിക്കും, പടച്ചോനെ ഇത് എവിടെന്നാണ്? ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ തമ്പുരാനെ, പിന്നെ ഇത് എവിടെ നിന്നാണ്? അപ്പൊ അള്ളാഹു പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നീ മരിച്ചു പോയതിനു ശേഷം, നിന്റെ കാലശേഷം നിന്റെ പ്രിയപ്പെട്ട മകൻ നിനക്ക് വേണ്ടി ചെയ്ത ഇസ്തിഗ്ഫാറുകളുടെ പൊരുത്തം കൊണ്ടാണ്, അതിന്റെ മഹത്വം കൊണ്ടാണ് നിനക്ക് ഇത്രയും വലിയ കൂലി ലഭിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് വളരെ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് അവരറിയാതെ തെന്നി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇശാമാരിബിന്റെ ഇടയില് പള്ളിയിൽ വരാതെ, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് മുതിരാതെ, എവിടെയെങ്കിലുമൊക്കെ ബസ് സ്റ്റോപ്പുകളിലോ റോഡ് സൈഡുകളിലോ ഇരുന്ന് സംസാരിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞും കേട്ടും അവർ സമയം ഇങ്ങനെ വെറുതെ കൊന്നുകളയുമ്പോ ആ മക്കളെ ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ അടുക്കലേക്കോ പറഞ്ഞയക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ചില ആളുകൾ പറയാറുള്ളത്, എന്റെ മകന് ഞാൻ പറഞ്ഞത് കേൾക്കാറില്ല, അല്ലെങ്കിൽ ഉമ്മ പറയും ഞങ്ങൾ പറഞ്ഞത് മക്കൾ കേൾക്കാറില്ല. നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞതല്ലാതെ പിന്നെ ആര് പറഞ്ഞത് കേൾക്കേണ്ടത്? അവർക്ക് ജന്മം നൽകിയവരാണ് നമ്മൾ, അവർക്ക് ജന്മം നൽകിയവരാണ് നമ്മൾ, അവരെ പോറ്റി വളർത്തിയവരാണ് നമ്മൾ, അവരുടെ മാതാപിതാക്കളാണ് നമ്മൾ. എന്നിട്ടും നമ്മൾ പറഞ്ഞത് നമ്മുടെ മക്കൾ കേൾക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ അവരാര് പറഞ്ഞതാണ് കേൾക്കേണ്ടത്? അതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മുടെ മക്കളെ നല്ല നിലക്ക് വളർത്തിക്കൊണ്ടുവന്ന് ദീനീ ബോധമുള്ളവരാക്കി മാറ്റി അവരെ ദീനിന് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റൽ. പ്രിയപ്പെട്ടവരെ, ഹൻസാ ബീവി ചെയ്ത പോലെ യുദ്ധത്തിന് കൊണ്ടുപോയിട്ട് അവരെ ഷഹീദാക്കേണ്ട ദൗത്യം, അങ്ങനെ ഒരു സാഹചര്യം നമുക്കില്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മഹാരഥന്മാരായ സ്വഹാബിമാരുടെ, നിരവധി സ്വഹാബിമാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നുപോയാൽ ഒരു മുസ്ലിമായ മനുഷ്യന് എവിടെയും ജീവിതത്തിന്റെ ഏത് ഭാഗങ്ങളിലും അവന് മാതൃകയാക്കാവുന്ന എത്രയോ വലിയ വലിയ മാതൃകകൾ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണെന്ന്. എവിടെ നിന്നും നമുക്കത് കാണാൻ കഴിയും. നിങ്ങൾ ഏത് നക്ഷത്രത്തെ നോക്കിപ്പോയാലും നിങ്ങൾക്ക് നേരായ വഴിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എല്ലാ നന്മകളിലും, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മുഴുവൻ നന്മകളിലും വലിയ മാതൃകകൾ സ്വഹാബിമാരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80ഓളം വയസ്സ് പ്രായമായപ്പോൾ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഒരു വലിയ ജിഹാദ് നടത്തുവാനുള്ള ഒരു കാഹളം മുഴങ്ങുകയാണ്. ഒരു ദ്വീപ് കീഴടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ കപ്പല് കയറിയിട്ട് കടലിലൂടെ യാത്ര ചെയ്തിട്ട് വേണം കടന്നു പോകാൻ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളൊക്കെ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ മക്കളോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, എനിക്കും വേണം നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരാൻ, എനിക്കും വേണം നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരാൻ. ആ സമയത്ത് അവർ മക്കൾ ചോദിച്ചു, ഉപ്പ ഈ പ്രായത്തിലോ? നിങ്ങൾ 80 വയസ്സ് പ്രായമായി, നിങ്ങൾ വൃദ്ധനായി, നിങ്ങൾക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും? ആ സമയത്ത് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? യുൻഫിറൂ ഖിഫാഫൻ വസിഖാലാ. നിങ്ങൾ ആരോഗ്യമുള്ള സമയത്തും ആരോഗ്യം ഇല്ലാത്ത സമയത്തും അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങണമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും ആ കൽപ്പനയുടെ കീഴിൽ വരുന്നവനാണ്. എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇളവില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വന്നേ മതിയാകൂ. മഹാനവറുകൾ നിർബന്ധം പിടിക്കുകയാണ്. അവസാന മക്കള് സമ്മതിച്ചോ, തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ കൊണ്ടുപോവുകയാണ്. കപ്പലിൽ കയറി കടലിലൂടെ വേണം യാത്ര ചെയ്യാൻ. നമുക്കറിയാലോ, കാലാവസ്ഥകൾ വളരെ പെട്ടെന്നാണ് മാറി വരിക. കപ്പൽ യാത്ര ചെയ്യുമ്പോൾ രോഗങ്ങൾ ഒരുപാടുണ്ടാകും. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ കപ്പൽ യാത്രക്കിടെ രോഗബാധിതനാവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ജനാസ ഖബറടക്കാൻ ഒരു കരയിലെ മണ്ണും കിട്ടുന്നില്ല. കടലിൽ വെച്ച ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മനുഷ്യനെ നിസ്കരിച്ചുകൊണ്ട് കടലിലെ വെള്ളത്തിൽ കെട്ടി താഴ്ത്താം എന്നാണ്.
പക്ഷേ സ്വഹാബിമാർക്ക് അതിന് മനസ്സ് വന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ബഹുമാനിച്ച ഒരു സ്വഹാബിയല്ലേ, ആ സ്വഹാബിയുടെ ജനാസ എങ്ങനെയാണ് വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തുന്നത്, മീനുകളുടെ ഭക്ഷണമായി പോകുന്നത്? അതുകൊണ്ട് ആ സ്വഹാബിയെ മണ്ണിൽ തന്നെ ഖബറടക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഒരു കര കണ്ടെത്തുവാൻ വേണ്ടി 18 ദിവസങ്ങളോളം അവർ കാത്തിരുന്നു എന്നാണ്. പക്ഷേ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ജനാസക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല എന്നാണ് ചരിത്രം പഠിപ്പിച്ചത്. 18 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ മഹാനുഭാവന്റെ മയ്യത്തിന് ഒരു പകർച്ചയോ ഒരു ദുർഗന്ധമോ വന്നില്ല എന്നാണ്. അങ്ങനെ ഏതോ ആളറിയാത്ത ദ്വീപിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജയത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്കിടയിൽ പറഞ്ഞു, നിങ്ങളിൽ നിന്നൊരു വിഭാഗം കടൽ കടന്നുകൊണ്ട് വിശുദ്ധമായ ദീനിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി, യുദ്ധം ചെയ്യുവാൻ വേണ്ടി കടന്നു പോകുമെന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ നബി തങ്ങളുടെ ഉപദേശം കേട്ടുകൊണ്ടിരുന്ന ഒരു സ്വഹാബി വനിതയുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സ്വഹാബി വനിത എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ആ കടൽ കടന്നു പോകുന്ന യോദ്ധാക്കളുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടാൻ അങ്ങ് ദുആ ചെയ്യണേ യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, അല്ലയോ സഹോദരി, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങൾ ആദ്യമായി കപ്പൽ കയറി കടൽ കടന്നുകൊണ്ടൊരു യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. നബി തങ്ങൾ രണ്ടാമതും പറഞ്ഞു, വീണ്ടും ഒരു സംഘം മുസ്ലിമീങ്ങൾ കപ്പലിൽ കയറി വിശുദ്ധമായ ദീനിന് വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുമെന്ന് പറയുമ്പോൾ അതേ സ്വഹാബി വനിത എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ആ സംഘത്തിലും ഞാൻ ഉണ്ടാവാൻ അങ്ങ് ദുആ ചെയ്യണേ. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കടന്നുപോയ ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് സൈപ്രസ് ദ്വീപ് കീഴടക്കുവാൻ വേണ്ടി മുസ്ലിമീങ്ങൾ പോകുന്ന സമയത്ത് ആ സഹോദരിയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. വിശുദ്ധമായ ദീനിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നവർ. ഞാനൊരു പെണ്ണാണ്, എനിക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, എനിക്ക് മറ്റു പല തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാം എന്ന് കരുതി ഒരിക്കലും അവർ പിന്നോട്ട് മാറി നിൽക്കുകയല്ല ചെയ്തത്. ദീനിന് വേണ്ടി എവിടെയൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ കഴിയുമോ ആ ത്യാഗങ്ങളെല്ലാം പരമാവധി അവർ സഹിച്ചപ്പോഴാണ് ഈ ദീൻ ഇവിടെ നിലനിന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ മുസ്ലിമീങ്ങളായി ഇവിടെ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനുഭാവനാണ്. അബൂ അഖീൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം കൂടെ പറഞ്ഞിട്ട് ബദർ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ സ്വഹാബിമാരോട് പറഞ്ഞു, സ്വഹാബാ, നമ്മളൊരു യാത്രക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ വല്ല ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു തരണം. ആ സമയത്ത് മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്ന് തന്റെ ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ, നബി തങ്ങൾ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വല്ലതുമുണ്ടോ? ഭാര്യ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലുമില്ല. അപ്പൊ മഹാനവറുകൾക്ക് മനസ്സിൽ വളരെ വിഷമം തോന്നി. മക്കൾ ഭക്ഷണം കഴിക്കാത്തതിലല്ല വിഷമം, പിന്നെയോ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമാണ്. അദ്ദേഹം നേരെ മദീനത്തെ അങ്ങാടിയിൽ ചെന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ഇന്നേ ദിവസം ആർക്കെങ്കിലും വല്ല ജോലിയും തരാനുണ്ടോ? ഞാൻ ആ ജോലി ചെയ്യാൻ തയ്യാറാണ്. എന്ത് ജോലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. ആ സമയത്ത് ഒരു ജൂതനത് കേട്ടു. അയാൾ വന്നുകൊണ്ട് അബൂ അഖീൽ തങ്ങളോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, എന്റെ വീട്ടിലെ തോട്ടത്തിന് വെള്ളം നനക്കണം. ആ തോട്ടത്തിൽ വെള്ളം നിറയുവോളം നിങ്ങൾ വെള്ളം നനച്ചാൽ നിങ്ങൾക്ക് 2 മുദ്ദ് ഈത്തപ്പഴം തരാം, 2 സ്വാ ഈത്തപ്പഴം തരാം, 2 സ്വാ ഈത്തപ്പഴം തരാം. ഈ തോട്ടം മുഴുവനും വെള്ളം നിറയുവോളം നിങ്ങൾ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ. അങ്ങനെ മഹാനുഭാവൻ സമ്മതിക്കുകയാണ്. ആ ജൂതന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ വെള്ളം കോരാൻ തുടങ്ങി. വൈകുന്നേരം അല്ലേ, രാത്രി സമയമായി.
എല്ല് മുറിയെ പണിയെടുക്കുകയാണ്. രാത്രിയുടെ ഓരോ യാമങ്ങൾ കടന്നു പോവുകയാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉറക്കമില്ല. അങ്ങനെ വെള്ളം കോരി വണ്ടിക്കാളയെ പോലെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജോലി എടുക്കുകയാണ്. അവസാനം സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരല്പ സമയം ബാക്കി വരുമ്പോ തോട്ടത്തിൽ വെള്ളം നിറഞ്ഞു, മരങ്ങൾക്ക് വെള്ളം നിറഞ്ഞു. മഹാനവറുകൾ എന്റെ ആ ജൂതനായ മനുഷ്യന്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ദാ ഞാൻ എന്റെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജൂതൻ വേണ്ട കൂലി കൊടുത്തിട്ട് പറഞ്ഞയച്ചു. നേരെ ആ ഭക്ഷണ പദാർത്ഥവുമായി തന്റെ വീട്ടിൽ വന്ന് വിശന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിക്കാനുള്ള ഒരു അല്പഭാഗം അവിടെ മാറ്റിവെച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഭക്ഷണവുമായി നേരം പുലരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഒരല്പ സമയം കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇതാ യുദ്ധത്തിന് സമയമായിട്ടുണ്ട്, പുറപ്പെടാം. ബദറിലേക്ക് പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട്, പുറപ്പെടാം. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ആ മഹാനുഭാവൻ ചിന്തിച്ചത്, തലേ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയൊരല്പസമയം വിശ്രമിക്കട്ടെ എന്നല്ല. നബി തങ്ങൾ ഇതാ യുദ്ധത്തിന് പോവല്ലേ, അല്ലെങ്കിൽ ബദറിലേക്ക് പുറപ്പെടല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്ക് തലേ രാത്രിയിൽ ഒരു പോള പോലും കണ്ണടച്ചിട്ടില്ലാത്ത ഉറക്ക ചടവോടെ ക്ഷീണത്തോടെ നബി തങ്ങളുടെ മുമ്പിൽ വന്ന ആ സ്വഹാബി ബദറിലേക്ക് കടന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അങ്ങോട്ട് അനുസരിക്കുകയാണ്. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ വിഷമിച്ചിരുന്നത് എന്തിനാണ്? വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. നബി തങ്ങളെക്കാൾ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോ ഉറക്കെ സംസാരിക്കുന്നത് പോലെ നബി തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തരുത്. അൻതഹ്ബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു വളരെ വിഷമത്തോടു കൂടി വീട്ടിലിരിക്കുകയാണ്. കാരണം എന്തേ? സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ചിന്തിച്ചത്, റബ്ബേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് അവിടത്തോട് ബഹുമാനമില്ലാത്ത രീതിയിൽ ഉറക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അമൽ അല്ലാഹു പൊളിച്ചു കളയുമെന്നാണല്ലോ പറഞ്ഞത്. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടോ തമ്പുരാനെ? ഞാൻ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനമില്ലാത്ത രീതിയിൽ എന്റെ ശബ്ദമെങ്ങാനും ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടാകുമല്ലോ എന്നോർത്തുകൊണ്ട് വിഷമിച്ച് മഹാനായ സ്വഹാബി വീട്ടിലിരുന്നു പോയി എന്ന് ചരിത്രത്തിൽ കാണാം. അതും ഒരു വലിയ മാതൃകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ അടയാളം പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. ആ മഹാനുഭാവൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ധീരതയും അവിടുത്തെ ശൗര്യവും അവിടുത്തെ ആണത്വവും എന്ന് നമ്മൾ പ്രത്യേകമായി പറയേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ പടപ്പുകൾക്കിടയിൽ ഒരു മനുഷ്യന്റെ മുമ്പിലും തലകുനിക്കാത്ത മനുഷ്യനല്ലേ, ഒരാളെയും പേടിക്കാത്ത ധീരശൂര പരാക്രമിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായതിനു ശേഷം ഒരു ദിവസം പാതിരാത്രിയിൽ മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ആളുകളുടെ അവസ്ഥകൾ അന്വേഷിച്ചുകൊണ്ട് മദീനത്തുകൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ രാത്രി സമയത്ത് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ആ മനുഷ്യന്റെ ഓത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുറത്തു നിന്ന് കേൾക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ ഓതി ഒരു ആയത്തിലേക്ക് എത്തി, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. രാജാതിരാജനായ റബ്ബിന്റെ കഠോരമായ ശിക്ഷ നിങ്ങളെ വന്നു ഭവിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായും ഉറപ്പായും അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടാനിരിക്കുകയാണ്.
എന്ന അർത്ഥം വരുന്ന ആയത്ത് ആ മനുഷ്യൻ വീടിന്റെ ഉള്ളിൽ നിന്ന് പാരായണം ചെയ്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾക്ക് തളർച്ച സംഭവിക്കുകയാണ്. ആ ആയത്തിൽ അല്ലാഹു പറയുന്ന ശിക്ഷയുടെ ഭയാനകതയും ഭീകരതയും ഓർത്തു നോക്കിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം അവിടെ തളർന്നിരുന്നു പോവുകയാണ്. എത്ര സമയം ഇരുന്നു എന്നറിയില്ല. അവസാനം ആ മതിൽ ചാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുന്നിടത്ത് ബാക്കിയായി പോവുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ബോധം തിരിച്ചു വന്നത്. മഹാനവറുകൾ എഴുന്നേറ്റ് വളരെ തളർച്ചയോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ വീട്ടിൽ ചെന്ന് രോഗിയായി കിടന്ന് ദിവസങ്ങളോളം മഹാനവറുകൾ വീട്ടിൽ രോഗിയായി കിടന്നു. ആളുകൾ മദീനത്ത് സംഭവം പരന്നു. ഉമർ റളിയല്ലാഹു അൻഹു രോഗമായിട്ടുണ്ട്. ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോ രോഗത്തിന് കാരണം എന്താണ്? രോഗത്തിന്റെ കാരണം വിശുദ്ധ ഖുർആനിലെ അള്ളാന്റെ അദാബിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്ത് കേട്ടപ്പോ പേടിച്ചു പോയതാണ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ അടയാളമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ആ അടയാളം ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹാരഥന്മാരായ സ്വഹാബിമാർ അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്ന മാതൃകകൾ അവർ ചെയ്തതുപോലെ അതിന്റെ 1000-ൽ 1 പോലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മാതൃക ജീവിതത്തിൽ പിൻപറ്റുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പരമാവധി ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് പടച്ചവന്റെ പൊരുത്തം നേടി ജീവിക്കുവാനും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.